വർഷം 1990 ജനുവരി 22. സ്ഥലം അമേരിക്ക. അമേരിക്കയിൽ ഒറിഗോൺ എന്ന പേരുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. പോർട്ട്ലാൻഡിൽ നിന്നും അല്പം വിട്ടുമാറി അതിൻ്റെ പ്രാന്തപ്രദേശത്തായിട്ടൊരു സ്ഥലമുണ്ട്. നഗരത്തിൽ നിന്നും വിട്ടുമാറിയ ഒരു സ്ഥലമെന്ന് വിചാരിച്ചോളൂ. അതുവഴിക്കൊരു റോഡ് കടന്നു പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങൾ വളർന്നു നിൽപ്പുണ്ട്. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. അന്ന് രാവിലെ തൻ്റെ സൈക്കിളും എടുത്ത് ആ റോഡിലൂടെ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ വളരെ അവിചാരിതമായിട്ടൊരു കാഴ്ച കണ്ടു. റോഡിൻ്റെ ഓരം ചേർന്ന് ഒരു ജഡം കിടക്കുന്നു. സമയം കളയാതെ അയാൾ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഉടൻ തന്നെ പോലീസും പാരാമെഡിക് ടീമും അവിടേക്ക് വരികയാണ്. ഒരു സ്ത്രീയുടെ ജഡമാണ് ആ റോഡിൻ്റെ ഓരം ചേർന്ന് കിടക്കുന്നത്. ആ ജഡം കണ്ടപ്പോഴേ പോലീസിന് ഒരു കാര്യം 100% ഉറപ്പായി. ഇതൊരു കൊലപാതകമാണ്. ആ യുവതിയുടെ കഴുത്തിൽ ആരോ കയർ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. കയർ മുറുകിയ പാട് വളരെ വ്യക്തമായിട്ടും കാണാം. അതും കൂടാതെ ആ സ്ത്രീയുടെ തലമുടിയെല്ലാം ആകെ ഉലഞ്ഞ് വസ്ത്രങ്ങളെല്ലാം സ്ഥാനം മാറി കിടക്കുകയായിരുന്നു. ഈ യുവതി ധരിച്ചിരുന്നത് ഒരു ജീൻസും ടോപ്പുമാണ്. ജീൻസ് ആകട്ടെ കാലിൻ്റെ മുട്ടുവരെ താഴേക്ക് വലിച്ചു മാറ്റി വെച്ചിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിക്കാം, കൊലയാളി ആരാണെങ്കിലും ഈ സ്ത്രീയുടെ അടുത്ത് അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതും കൂടാതെ ഈ കേസിൽ വിചിത്രമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എല്ലാ ജീൻസിനും ഫ്ലൈ ഏരിയ എന്ന് വിളിക്കുന്നൊരു ഭാഗമുണ്ട്. അത് മറ്റൊന്നുമല്ല, ജീൻസിൻ്റെ സിബും അതുപോലെ ബട്ടൺസും എല്ലാം ഉൾപ്പെടുന്ന ഭാഗമാണ്. ഈ യുവതിയുടെ ജീൻസിൽ ഫ്ലൈ ഏരിയ അടങ്ങുന്ന ഭാഗം കാണുവാനില്ലായിരുന്നു. കൊലയാളി ഒരു കത്തി ഉപയോഗിച്ച് അത് അറുത്തു മാറ്റി കൊണ്ടുപോയിരിക്കുന്നു. ഇതൊരു സൂചനയാണ്, കൊലയാളി വ്യക്തമായിട്ടും വിട്ടിട്ട് പോയ സൂചന. താൻ ഒരു സീരിയൽ കില്ലർ ആണെന്ന് ലോകത്തെ അറിയിക്കുവാനായിട്ട് അവൻ അവശേഷിപ്പിച്ച അടയാളം. പോലീസ് അനുമാനിച്ചത് ഇങ്ങനെയാണ്. മിക്ക സീരിയൽ കില്ലർമാർക്കും ഒരു പ്രവണതയുണ്ട്. അവൻ കൊല ചെയ്ത ഇരകളുടെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകും. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, ഒരു സുവനീർ എന്ന പോലെ വീണ്ടും വീണ്ടും എടുത്തു നോക്കി ആസ്വദിക്കുവാൻ. ഈ കേസ് ഹാൻഡിൽ ചെയ്ത പോലീസിന് ഒരു കാര്യം നല്ല ഉറപ്പായിരുന്നു. ഒരു സ്ത്രീയെ ദുരുപയോഗം ചെയ്ത ശേഷം ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഒരു സിഗ്നേച്ചറും അവൻ അവിടെ ഇട്ടിട്ട് പോയെങ്കിൽ ഇവനൊരു ലൈംഗിക കുറ്റവാളിയും സീരിയൽ കില്ലറും മാത്രമല്ല, ഒരു സിക്ക് പേഴ്സൺ കൂടിയായിരിക്കും. ആ ഭ്രാന്തൻ കൊലയാളിയെ എത്രയും വേഗം പിടികൂടിയില്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി ജഡങ്ങൾ ഇനിയും കാണപ്പെടും. ഏത് ക്രൈം എടുത്തു നോക്കിയാലും അന്വേഷണം മുൻപോട്ട് പോകണമെങ്കിൽ ഒരു കാര്യം ആദ്യമേ അറിയേണ്ടതുണ്ട്, കൊല്ലപ്പെട്ടത് ആരാണ്. അതറിഞ്ഞെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള കാരണങ്ങളിലേക്ക് കടക്കുവാൻ കഴിയൂ. എന്നാൽ ഇവിടെ കണ്ടെത്തിയ സ്ത്രീയുടെ മുഖമാവട്ടെ ആകെപ്പാടെ ചതഞ്ഞ് നാശമായിട്ട് നീരി വെച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് അവളുടെ ഫോട്ടോ എടുത്ത് ടി-വിയിലും പത്രമാധ്യമങ്ങളിലും കൊടുക്കുവാനായിട്ട് കഴിയില്ല. കാരണം കൊച്ചു കുട്ടികളടക്കം കാണുന്ന മാധ്യമങ്ങളാണിതെല്ലാം. അതുകൊണ്ട് പോലീസ് ഒരു കാര്യം ചെയ്തു, ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി. അയാളെ കൊണ്ട് ഈ യുവതിയുടെ മുഖത്തിൻ്റെ ഘടന വെച്ച് ഒരു ഏകദേശ രൂപം വരച്ചു. എന്നിട്ട് ആ ചിത്രം പോലീസ് പത്രമാധ്യമങ്ങൾക്ക് കൈമാറി. അതിൻ്റെ അടുത്ത ദിവസം പത്രങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ ചിത്രമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു അടിക്കുറിപ്പും. ഈ ഫോട്ടോയിലുള്ള യുവതിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ എത്രയും വേഗം പോലീസുമായിട്ട് ബന്ധപ്പെടുക. എന്നാൽ ഉടനെ എങ്ങും പോലീസിന് അതിനൊരു മറുപടി കിട്ടിയില്ല. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞ് ഏകദേശം ഒരു 50 വയസ്സ് തോന്നിക്കുന്നൊരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ പരിഭ്രമത്തോടെ വരികയാണ്. ആ സ്ത്രീക്ക് അവരോട് പറയുവാനുള്ളത് ഇതായിരുന്നു. സാർ, നിങ്ങൾ പത്രത്തിൽ കൊടുത്ത ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം എൻ്റെ മകളെ പോലെയാണ് ഇരിക്കുന്നത്. 3-4 ദിവസം മുൻപ് അവൾ കൂട്ടുകാരുമൊത്ത് ബാറിലേക്ക് മദ്യപിക്കുവാനായിട്ട് പോയതാണ്. പിന്നെ മടങ്ങി വന്നിട്ടില്ല. പോലീസ് അവരോട് നിങ്ങളുടെ മകളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ടോൺജ ബെന്നറ്റ് ആണെന്ന് അവർ മറുപടിയും പറഞ്ഞു. എപ്പോഴാണ് നിങ്ങളുടെ മകൾ വീട്ടിൽ നിന്നും ബാറിലേക്ക് പോയത്? പോലീസ് ചോദിച്ചു. ജനുവരി 21 അവർ മറുപടിയും പറഞ്ഞു. മകൾ കാണാതായിട്ട് ഇത്രയും ദിവസമായല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ വിവരം അറിയിക്കാത്തത്? അതിനവർ പറഞ്ഞ കാരണം ഇതാണ്. സാർ, എൻ്റെ മകൾക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. ഒരു വഴിവിട്ട ജീവിതമാണ് അവളുടേത്. കൂട്ടുകാരുമൊത്ത് പുറത്തേക്ക് പോകുന്ന അവൾ തോന്നിയ സമയത്താണ് മടങ്ങി വരാറ്. ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു സാധാരണ സംഭവമാണ്. അതുകൊണ്ടാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തത്. എന്നാൽ പത്രത്തിൽ നിങ്ങൾ കൊടുത്ത പരസ്യം കണ്ടപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. അതുകൊണ്ടാണ് പരാതിയുമായിട്ട് വന്നത്. പോലീസ് അടുത്ത നടപടിയിലേക്ക് കടന്നു. ആ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് ജഡം സൂക്ഷിച്ചിരുന്ന മോർച്ചറിയിലെത്തി. ആ ജഡം കണ്ടതും ഒരു നിലവിളിയോടെ അവർ തിരിച്ചറിഞ്ഞു, ഇത് തൻ്റെ മകളാണ്. അങ്ങനെ ആ കാര്യം ഉറപ്പിച്ചു. കൊല്ലപ്പെട്ടത് 23 വയസ്സുള്ള ടോൺജ ബെന്നറ്റ് എന്ന യുവതിയാണ്. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ കേസിൽ പോലീസിനെ കാത്തിരുന്നത് ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങളായിരുന്നു. ടോൺജായെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുവാൻ കൊലയാളി ഉപയോഗിച്ച കയറൊഴികെ മറ്റൊരു എവിഡൻസും അവിടെ നിന്നും കണ്ടെടുക്കുവാനായില്ല. ഒരു ഫിംഗർ പ്രിൻറ്റോ ടയർമാർക്സിൻ്റെ അടയാളമോ അങ്ങനെ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. ഇതിൽ നിന്നും പോലീസ് ഒരു കാര്യം അനുമാനിച്ചു. ടോൺജായെ കൊലപ്പെടുത്തിയത് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ്. അവിടെ നിന്നും പിന്നീട് ജഡം ഇവിടേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മതിയായ തെളിവുകൾ അവർക്ക് ശേഖരിക്കുവാൻ കഴിയാതെ പോയത്. സാധാരണഗതിയിൽ കൃത്യം നടന്ന സ്ഥലത്ത് നിന്നും ജഡം കണ്ടെത്തിയാൽ അവിടെ നിന്ന് നിരവധി തെളിവുകൾ ശേഖരിക്കുവാൻ കഴിയും. എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ കേസിൻ്റെ നിലവിലുള്ള അവസ്ഥ ഇതാണ്.
എങ്ങനെ ഈ കേസിന്റെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകും? അന്വേഷണത്തെ സഹായിക്കുന്ന യാതൊരു തെളിവും അവരുടെ പക്കലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ഉണ്ടായത്. ടോൺജ കൊല്ലപ്പെട്ട 4 ദിവസം കഴിഞ്ഞ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 26-ാം തീയതി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കോൾ വരികയാണ്. ഏകദേശം ഒരു 50 വയസ്സ് പ്രായം വരുന്ന സ്ത്രീ ആയിരുന്നു ഫോണിന്റെ മറുതലക്കിൽ ഉണ്ടായിരുന്നത്. തന്റെ പേര് ലോറിൻ പാലിനാക്ക എന്നാണ് അവർ പരിചയപ്പെടുത്തിയത്. ലോറിന് അവർക്ക് കൊടുക്കുവാൻ ഒരു ഉത്തരമുണ്ടായിരുന്നു. ആ ഉത്തരമാകട്ടെ പോലീസ് തേടുന്നതാണ്. സാർ, നിങ്ങൾ പത്രത്തിൽ ഒരു പെണ്ണ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തല്ലോ. ആ പെണ്ണിനെ കൊലപ്പെടുത്തിയത് ആരായിരിക്കുമെന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ട്. പോലീസ് അവരോട്, ശരി, നിങ്ങൾക്ക് ആരുടെ നേർക്കാണ് സംശയമെന്ന് ചോദിച്ചു. അപ്പോൾ ലോറിൻ പാലിനാക്ക് പറയുകയാണ്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേര് ജോൺ സോസ്നോവ്സ്കി എന്നാണ്. അവനായിരിക്കും ഈ കൊലപാതകം ചെയ്തത് എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ എവിടെയാണ് താമസം? നിങ്ങളുടെ അഡ്രസ് പറയൂ. പോലീസ് ലോറിനോട് ആവശ്യപ്പെട്ടു. ലോറിൻ തന്റെ അഡ്രസ് അവർക്ക് നൽകി. ഉടൻ തന്നെ ഒരു പോലീസ് ടീം ലോറിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. പോലീസിന് ഫോൺ ചെയ്ത ലോറിന് 50 വയസ്സുണ്ട് പ്രായം. എന്നാൽ അവരുടെ കാമുകനായ ജോണിനാവട്ടെ 41 വയസ്സേ ഉള്ളൂ. ജോൺ സോസ്നോസ്കിയാണ് ടോൺജയെ കൊന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുവാൻ കാരണം എന്താണെന്ന് പോലീസ് അവരോട് ചോദിച്ചു. അതിന് ലോറിൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, സാർ, ഞാൻ മുൻപൊരു വിവാഹം കഴിച്ചതാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ആ ബന്ധത്തിൽ കുട്ടികളുമുണ്ട്, പേരക്കുട്ടികളുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ജോണിനെ പരിചയപ്പെട്ടത്. ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ആരംഭിച്ചു. അടുത്ത ഇടപഴകിയപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. ആദ്യം പരിചയപ്പെട്ടതുപോലെയല്ല. ഈ ജോൺ വലിയൊരു ദേഷ്യക്കാരനാണ്. മാത്രവുമല്ല അബ്യൂസീവ് ക്യാരക്ടറുമാണ്. പലപ്പോഴും എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ജോൺ ആണ് ടോൺജയെ കൊന്നത് എന്ന് എനിക്ക് സംശയം വരുവാനുള്ള കാരണം ഇതാണ്. ടോൺജ കൊല്ലപ്പെട്ട ദിവസം, അതായത് ജനുവരി 21-ാം തീയതി, ജോൺ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. എനിക്കൊരു ബാറിൽ പോകണം. ഞാൻ എൻ്റെ കാറിൽ കയറ്റി അവനെ ഒരു ബാറിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ജോണിനെ ഇറക്കി വിട്ട അതേ ബാറിലേക്കാണ് ടോൺജ ബെന്നറ്റും വന്നത്. ഇക്കാര്യം ന്യൂസ് വഴിയാണ് ഞാൻ അറിഞ്ഞത്. അന്ന് രാത്രിയിൽ ഏകദേശം 1:30-2 മണിയോട് അടുപ്പിച്ചാണ് ജോൺ വീട്ടിലേക്ക് മടങ്ങി വന്നത്. അവൻ്റെ മുഖത്ത് ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. വന്ന ഉടൻ തന്നെ ഒന്നും മിണ്ടാതെ കുളിക്കുവാനായിട്ട് കയറി. പതിവില്ലാത്തൊരു കാര്യമാണ് ജോൺ അന്ന് ചെയ്തത്. കാരണം രാത്രിയിൽ കുളിക്കുന്ന ശീലം അയാൾക്കില്ല. ഇന്നുവരെ ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഈ സമയത്ത് കുളിക്കുന്നത് എന്ന് ഞാൻ അവനോട് ചോദിച്ചു. എന്നാൽ ജോൺ ആകട്ടെ യാതൊരു മറുപടിയും പറഞ്ഞില്ല. കുളിയെല്ലാം കഴിഞ്ഞ ശേഷം ഷർട്ട് ധരിക്കാതെയാണ് ജോൺ റൂമിലേക്ക് വന്നത്. അപ്പോഴവൻ്റെ ദേഹത്ത് ധാരാളം മുറിപ്പാടുകൾ ഞാൻ കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ജോൺ അതിനും ഉത്തരം പറഞ്ഞില്ല. നല്ലതല്ലാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ദേഷ്യപ്പെടുമോ എന്ന് ഭയന്ന് ഞാൻ പിന്നെ അതേക്കുറിച്ച് ചോദിച്ചില്ല. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യമുണ്ടായി. ഞാൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച റൂമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജോൺ ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ സംസാരമെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ജോൺ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ഇതാണ്, എനിക്കൊരു അബദ്ധം പറ്റി. കഴിഞ്ഞ 21-ാം തീയതി ഞാനൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി. അവളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് എന്നെ കണ്ടുപിടിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അവർ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടാം. ഇത്രയുമാണ് ഞാൻ കേട്ടത്. സമയം കളയാതെ ഈ കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഞാനാണിത് പറഞ്ഞത് എന്ന് ഒരിക്കലും ജോൺ അറിയുവാനായിട്ട് പാടില്ല. അവനിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെയും കൊലപ്പെടുത്തുവാനായിട്ട് സാധ്യതയുണ്ട്. ഇതായിരുന്നു ലോറിൻ പോലീസിനോട് പറഞ്ഞ കഥ. ആ സമയത്ത് മേൽ പറഞ്ഞ ജോൺ വീട്ടിലില്ലായിരുന്നു. പോലീസ് ലോറിനോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. നിങ്ങളുടെ വീടൊന്ന് പരിശോധിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അനുവാദം നൽകണം. ജോൺ ആണ് ഈ കൊലപാതകം ചെയ്തത് എന്നതിനുള്ള എന്തെങ്കിലും തെളിവ് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. ഇത് കേട്ടതും ലോറിൻ 2 കൈയും മലർത്തി സമ്മതിച്ചു. ധൈര്യമായിട്ട് വീട് സെർച്ച് ചെയ്തോളൂ സാർ. എന്നിട്ട് അവർ ജോണിൻ്റെ മുറിയും അവൻ ഉപയോഗിക്കുന്ന കബോർഡുമെല്ലാം കാണിച്ചു കൊടുത്തു. ആദ്യമൊന്നും പോലീസിന് ഈ കൊലപാതകവുമായിട്ട് ജോണിനെ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന യാതൊരു തെളിവും അവിടെ നിന്നും കിട്ടിയില്ല. എന്നാൽ പോകാൻ നേരത്ത് അയാളുടെ കബോർഡിൽ നിന്നും അവർക്കൊരു കവർ കിട്ടി. നമ്മൾ ലെറ്ററൊക്കെ എഴുതി അയക്കില്ലേ, അതുപോലത്തെ ഒരു കവർ. ആ കവറിൻ്റെ ഉള്ളിൽ യാതൊരു എഴുത്തുമില്ലായിരുന്നു. പക്ഷേ ആ കവറിൻ്റെ മുകളിലായിട്ടൊരു വാചകം എഴുതിയിരുന്നു, ടു ടി ബെന്നറ്റ്. ഇതായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അതിന് താഴെയായിട്ട് ഗുഡ് പീസ് എന്നും എഴുതിയിരുന്നു. ഇത് കണ്ടതും പോലീസിനാകെ സംശയമായി. ടി ബെന്നറ്റ്, അതൊരു പക്ഷേ ടോൺജ ബെന്നറ്റ് ആയിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതും കൂടാതെ അവളുടെ ആത്മാവിന് ശാന്തി നേരുന്നുമുണ്ട്. എന്തായാലും പോലീസ് ഈ കവർ ഒരു തെളിവായിട്ടെടുത്തു. ഈ ഇൻഫർമേഷൻ്റെ തൊട്ടു പിന്നാലെ ജോണിനെ കസ്റ്റഡിയിലെടുത്തു. തൻ്റെ നേർക്ക് ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ കേട്ട് ജോൺ ഞെട്ടിപ്പോയി. അയാൾ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ, നിങ്ങൾ ഈ പറയുന്ന ടോൺജ ബെന്നറ്റിനെ എനിക്കറിയില്ല. ഞാൻ ആ യുവതിയെ കണ്ടിട്ട് പോലുമില്ല. പത്രത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നപ്പോഴാണ് ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞത്. എനിക്ക് ഈ മർഡറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സമയത്ത് പോലീസ് അയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത കവറെടുത്ത് അയാളെ കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ടു ടി ബെന്നറ്റ് ആൻഡ് പീസ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നീ എഴുതിയതല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണയായിട്ട് അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ ഇങ്ങനെ പറയണം, സാർ, ഞാനാണ് ഈ കത്ത് എഴുതിയത്, അതിൻ്റെ കാരണം ഇതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, ഈ കത്തിനെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല, ഞാനല്ല ഇതിൻ്റെ പിന്നിൽ. എന്നാൽ ഇത് രണ്ടുമല്ല ജോൺ ചെയ്തത്. അയാൾ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ലെറ്ററിനെക്കുറിച്ച്, ഇതിൽ എഴുതിയതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അയാൾ സൈലൻ്റായി. അതോടെ പോലീസിൻ്റെ സംശയം ഒന്നുകൂടി മുറുകി. ഈ കേസിലെ മെയിൻ സസ്പെക്റ്റായിട്ട് അവർ ജോണിനെ കണ്ടു.
ഇവിടെയും മറ്റൊരു പ്രശ്നമുണ്ട്. ജോണിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയില്ല. ചോദ്യം ചെയ്യുവാൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രമാണ് അത് അറസ്റ്റിലേക്ക് നീങ്ങൂ. കുറ്റക്കാരനാണെന്ന് തെളിയിക്കണമെങ്കിൽ അതിനു വേണ്ട തെളിവ് വേണം. ഇവിടെ ആകട്ടെ അതൊട്ടില്ലതാനും. അയാളുടെ വീട്ടിൽ നിന്നും ഒരു ലെറ്റർ കിട്ടി. അതിൽ 2T ബെന്നറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ കാരണം വെച്ച് ജോണിനെ അറസ്റ്റ് ചെയ്യുവാനും കഴിയില്ല. അതുകൊണ്ട് അയാളെ പുറത്തേക്ക് വിടേണ്ട ഒരു സാഹചര്യം പോലീസിന് ഇവിടെ ഉണ്ടാവുകയാണ്. തൊട്ടു പിന്നാലെ പോലീസ് ജോണിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു. അപ്പോൾ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ഇയാൾ ഒരു ക്രിമിനലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ജയിലിലുമായിരുന്നു. ഈ അടുത്ത കാലത്താണ് പരോൾ കിട്ടി പുറത്തു വന്നത്. അവർ നേരെ പോയിട്ട് ജോണിന് പരോൾ അനുവദിച്ച ഓഫീസറെ കണ്ടു. എന്നിട്ട് ജോണിനെ കുറിച്ചും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തോട് അന്വേഷിച്ചു. അവൻ മുൻപ് ചെയ്ത കുറ്റങ്ങൾ എന്താണ്? ഒരു കൊലപാതകം ചെയ്യുവാൻ മാത്രം ക്രൂരനാണോ അവൻ? ഇതൊക്കെയായിരുന്നു ആ ഓഫീസറോട് അവർക്ക് ചോദിക്കുവാനുണ്ടായിരുന്നത്. അതിനവർക്ക് പരോൾ ഓഫീസർ കൊടുത്ത മറുപടി ഇതാണ്: എനിക്ക് വർഷങ്ങളായിട്ട് ജോണിനെ അറിയാം. വളരെ വയലൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. അതുമായി ബന്ധപ്പെട്ട ചില കേസുകളിലാണ് അയാൾ ജയിലിൽ വന്നതും. അവൻ്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ഒരു കൊലപാതകം ചെയ്യുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല. അതോടൊപ്പം ഈ പരോൾ ഓഫീസർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ടോൺജയുടെ കേസ് അന്വേഷിക്കുന്ന ഓഫീസർമാരെ മാത്രമല്ല ലോറിൻ ഫോൺ വിളിച്ച് സംസാരിച്ചത്. ഈ പരോൾ ഓഫീസറുമായിട്ടും അവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ടോൺജ ബെന്നറ്റിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ തൻ്റെ ബോയ്ഫ്രണ്ടായ ജോൺ ആണെന്ന് താൻ സംശയിക്കുന്നു. ഇതായിരുന്നു അയാളോടും അവർ പറഞ്ഞത്. ഇപ്പോൾ പോലീസിന് മുൻപിൽ ന്യായമായിട്ടും സംശയിക്കാവുന്ന ഒരു പ്രതിയുണ്ട്. പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് തെളിവില്ല. അവരങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ നിൽക്കുന്ന സമയത്താണ് മേൽ പറഞ്ഞ ലോറിൻ വീണ്ടും അവരെ ഫോൺ വിളിക്കുന്നത്. ഇക്കുറി ലോറിൻ അവരോട് പറയുവാനുള്ള കഥ ഇതായിരുന്നു: സാർ, കഴിഞ്ഞ ദിവസം എൻ്റെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഹാൻഡ് ബാഗ് കിട്ടി. ലേഡീസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹാൻഡ് ബാഗ് ആയിരുന്നു അത്. അത് എൻ്റെ അല്ല, ഈ വീട്ടിലുള്ള മറ്റാരുടെയുമല്ല. ഒരുപക്ഷെ കൊല്ലപ്പെട്ട ടോൺജ ബെന്നറ്റിൻ്റെ ആകുവാൻ സാധ്യതയുണ്ട്. ജോൺ അത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നതായിരിക്കണം. എന്തായാലും നിങ്ങൾ വന്ന് ഈ ബാഗ് ഒന്ന് പരിശോധിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും ലോറിൻ്റെ വീട്ടിലെത്തി. അവൾ അവർക്കൊരു ബാഗ് കൈമാറി. സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരം ബാഗ്. ആ ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയതും അവർ ഞെട്ടിപ്പോയി. അതിൻ്റെ ഉള്ളിൽ ഒരു തെളിവുണ്ടായിരുന്നു. വലിയൊരു തെളിവ്. ജോണിനെ എന്നേക്കുമായിട്ട് കൊടുക്കുവാൻ കഴിയുന്ന ഒരു തെളിവ്. ഒരു ജീൻസിന്റെ ഫ്ലൈ ഏരിയ വളരെ കൃത്യമായിട്ട് വെട്ടിയെടുത്തത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട ടോൺജായുടെ ജീൻസിൽ നിന്നും ഫ്ലൈ ഏരിയ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ജോണിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ ബാഗിൽ നിന്നും ഒരു ഫ്ലൈ ഏരിയ കിട്ടിയിരിക്കുന്നു. മാത്രവുമല്ല, മറ്റൊരു പ്രത്യേകത കൂടി ഈ തുണിക്കഷ്ണത്തിനുണ്ട്. ടോൺജയുടെ ജീൻസിൽ നിന്നും മിസ്സായ തുണിയുടെ അതേ നിറമാണ് ഇപ്പോൾ കണ്ടെടുത്ത ഈ തുണിക്കുമുള്ളത്. ഇതും ജോണിന്റെ നേർക്കുള്ള സംശയം വർദ്ധിപ്പിച്ചു. കൊലയാളി ജോൺ തന്നെ ആയിരിക്കണം. ടോൺജയെ കൊലപ്പെടുത്തിയ ശേഷം അവളുടെ ജീൻസിൽ നിന്നും മുറിച്ചു മാറ്റിയ തുണിക്കഷ്ണം തന്നെയാണിതെന്ന് പോലീസ് അനുമാനിച്ചു. എന്നാൽ വെറും ഒരു തുണിക്കഷ്ണം വെച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുവാനും കഴിയില്ല. അതിന് ഫോറൻസിക് എവിഡൻസ് വേണം. ശാസ്ത്രീയമായിട്ട് ആ ജീൻസിൽ നിന്നും മുറിച്ചെടുത്ത തുണിക്കഷ്ണമാണിതെന്ന് തെളിയിക്കണം. പോലീസ് വേഗം തന്നെ ആ ഫ്ലൈ ഏരിയ ഫോറൻസിക് ടീമിന് അയച്ചു കൊടുക്കുകയാണ്. പിന്നെ ടെസ്റ്റിന്റെ റിസൾട്ട് വരുവാനായിട്ട് അവർ കാത്തിരുന്നു. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആ നിമിഷം ജോൺ അറസ്റ്റ് ചെയ്യപ്പെടും. മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ജോണിനെ വെറുതെ വിടേണ്ടി വരും. അല്ലെങ്കിൽ അയാളെ കൊടുക്കുവാനായിട്ട് പുതിയ തെളിവുകൾ കണ്ടെത്തേണ്ടി വരും. ലാബിൽ നിന്നും റിസൾട്ട് വരുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ജോണിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് വീണ്ടും വിശദമായിട്ട് ചോദ്യം ചെയ്തു. നോക്കൂ ജോൺ, ഈ കൊല ചെയ്തത് നീയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. മര്യാദയ്ക്ക് അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഇപ്പോൾ പറഞ്ഞേ പറ്റൂ. ക്രമേണ അവരുടെ ചോദ്യം ചെയ്യലിന്റെ രീതികളൊക്കെ മാറി. ഇപ്പോൾ ജോൺ അല്പം പരിഭ്രാന്തിയിലായി. അയാൾ അവരോട് ഒരു കഥ പറഞ്ഞു. ഈ കഥയാവട്ടെ നേരത്തെ പറഞ്ഞ കഥയായിരുന്നില്ല. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തം, പുതിയ ഒന്ന്. സാർ, ഞാനെല്ലാം പറയാം. കഴിഞ്ഞ 21-ാം തീയതി ബാറിലേക്ക് ഞാൻ പോയി എന്നുള്ളത് സത്യമാണ്. ബാറിൽ വെച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോൺജയെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. ഞാനും ടോൺജയും തമ്മിൽ സംസാരിച്ചില്ല. ആ ബാറിൽ ചക്ക എന്നു പേരുള്ള മറ്റൊരാളുണ്ട്. അയാളെ എനിക്കറിയാം. ഈ ചക്കാണ് അവളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അല്പനേരം അങ്ങനെ സംസാരിച്ച ശേഷം ചക്കും ടോൺജയും ബാറിന് മുകളിലുള്ള മുറിയിലേക്ക് പോയി. അവിടെയുള്ളൊരു മുറിയിൽ അവർ അല്പസമയം ചെലവഴിച്ചു. അതിനുശേഷം ടോൺജയും ചക്കും ചക്കിൻ്റെ ട്രക്കിൽ കയറി എവിടേക്കോ പോയി. ഇത്രയുമാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും പോയില്ല. എന്നാൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചക്കിൻ്റെ ട്രക്ക് വീണ്ടും ബാറിൻ്റെ മുൻപിലെത്തി. ഇത്തവണ അയാൾ തനിച്ചായിരുന്നു. അയാൾ എൻ്റെ അരികിലിരുന്ന മദ്യത്തിന് ഓർഡർ ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചക്കിനോട് ചോദിച്ചു, എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന്. അതിനെന്താ, കയറിക്കോളൂ എന്ന് ചക്കും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുവരും ബാറിൻ്റെ പുറത്തെത്തി അവൻ്റെ ട്രക്കിൽ കയറി. ട്രക്കിൻ്റെ മുൻ സീറ്റിലാണ് ഞാൻ കയറിയത്. യാത്ര മുൻപോട്ട് പോകുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴൊരു കാഴ്ച കണ്ടു. ട്രക്കിൻ്റെ പിൻ സീറ്റിലായിട്ട് നീളത്തിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ എന്തോ ഒരു വസ്തു കിടക്കുന്നു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതൊരു സ്ത്രീയുടെ ജഡമാണ്. ചക്കിൻ്റെ കൂടെ ബാറിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ടോൺജ ഏത് നിറത്തിലുള്ള വസ്ത്രമാണോ ധരിച്ചിരുന്നത് അതേ നിറത്തിലുള്ള വസ്ത്രമാണ് ആ ജഡത്തിലും കണ്ടത്. ഈ കാഴ്ച കണ്ടിട്ടും ഞാനിതേക്കുറിച്ച് അവനോട് ഒന്നും ചോദിച്ചില്ല. കാരണം എനിക്ക് ഭയമായിരുന്നു. ഒടുവിൽ ചക്ക എന്നെ വീടിന് മുൻപിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിലേക്കും കയറിപ്പോയി. ചക്ക അവൻ്റെ ട്രക്കും എടുത്ത് എവിടേക്കോ പോയി. ഇത്രയുമാണ് എനിക്ക് അറിയാവുന്നത്.
അതിനുശേഷം എന്തു സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എന്നാൽ ജോൺ പറഞ്ഞ ഈ കഥ വെറും നുണയാണെന്ന് പോലീസുകാർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. LKG പിള്ളേർ പോലും വിശ്വസിക്കാത്ത കഥയാണ് ഇവൻ പറയുന്നത്. ബാറിൽ വെച്ച് ഇവനൊരു പരിചയക്കാരനെ കണ്ടു, അവൻ്റെ കൂടെ ഒരു സ്ത്രീ ഇറങ്ങി പോകുന്നത് കണ്ടു. അല്പം കഴിഞ്ഞ് അയാൾ മാത്രമായിട്ട് തിരിച്ചു വന്നു. പിന്നെ അവൻ്റെ ട്രക്കിൽ കയറി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ട്രക്കിൻ്റെ പിൻസീറ്റിലായിട്ടൊരു ജഡം കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും ഒന്നും അറിയാത്തതുപോലെ, ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് പോലീസിൽ അറിയിക്കുവാനേ അവന് തോന്നിയില്ല. ഈ കഥയാണ് സത്യമെങ്കിൽ തുടക്കത്തിലെ അവനിത് പറയേണ്ടതാണ്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ നുണക്കഥ ജോണിന്റെ നേർക്കുള്ള സംശയം വീണ്ടും ഊട്ടി ഉറപ്പിച്ചു. എന്തായാലും റിസൾട്ട് വരുവാനായിട്ട് പോലീസ് കാത്തിരുന്നു. വൈകാതെ ലാബിൽ നിന്ന് റിസൾട്ട് വരികയാണ്. എന്നാൽ പോലീസ് വിചാരിച്ചതുപോലെ അല്ലായിരുന്നു അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ. ഫോറൻസിക് റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു. അതിനർത്ഥം ടോൺജയുടെ ജീൻസിൽ നിന്നും കാണാതായ തുണിക്കഷ്ണമല്ല ജോണിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടത്. മറിച്ച് അങ്ങനെ ഒരു തുണിക്കഷ്ണം ആരോ മനഃപൂർവ്വം ആ ബാഗിനകത്ത് മുറിച്ചു കൊണ്ടുവന്ന് വയ്ക്കുകയായിരുന്നു. ഈ സമയം വരെയും ലോറിൻ, അതായത് ജോണിന്റെ ഗേൾഫ്രണ്ടായ ആ സ്ത്രീ പറയുന്നത് പോലീസ് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴവരുടെ ആ വിശ്വാസത്തിന് ഒരു മാറ്റം വന്നു. ലോറിൻ തങ്ങളോട് നുണ പറയുകയാണെന്ന് അവർ സംശയിച്ചു. പോലീസ് ഉടനടി ലോറിന്റെ അടുക്കൽ എത്തുകയാണ്. എന്നിട്ട് ഈ വൈരുദ്ധ്യം അതേക്കുറിച്ച് അവരെ ചോദ്യം ചെയ്തു. ഈ സമയത്ത് ലോറിൻ അവരോട് മറ്റൊരു കഥ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ കുറ്റം സമ്മതിക്കുന്നു. സത്യത്തിൽ 2T ബെന്നറ്റ് എന്നെഴുതിയ ആ കവറും അതുപോലെ മുറിച്ചെടുത്ത ഒരു ജീൻസിന്റെ കഷ്ണവും ആ ബാഗിൽ വെച്ചത് ഞാൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയാം. ജനുവരി 21-ാം തീയതി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ജോൺ ബാറിലേക്ക് പോയി. രാത്രി 1 മണിയായപ്പോൾ അവൻ എനിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു സാധനം ആരും കാണാതെ മറച്ചുകൊണ്ട് പോകണം. നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ നിന്നും ബെഡ്ഷീറ്റ് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരണം. അതും എത്രയും വേഗം വരണം. ജോൺ എപ്പോഴും എന്നെ ഒരു അടിമയെ പോലെയാണ് പരിഗണിക്കാറ്. സ്നേഹത്തോടെ സംസാരിക്കാറില്ല, മറിച്ച് ആജ്ഞകൾ മാത്രമാണ് തരാറ്. ജോൺ പറയുന്നത് അതുപോലെ അനുസരിച്ചില്ലെങ്കിൽ എന്നെ മർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വീട് മുഴുവൻ തിരഞ്ഞു. എന്നാൽ അവൻ ആവശ്യപ്പെട്ടതുപോലെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. വീട്ടിലുള്ള ഷവർ കർട്ടൻ ഒരെണ്ണം വലിച്ചെടുത്തു. ഷവറിനോട് ചേർന്ന് വലിച്ചിടുന്ന വലിയൊരു തുണിയാണിത്. എന്നിട്ട് അതുമായിട്ട് ജോൺ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഒരു പാർക്കിംഗ് ലോട്ടിലായിരുന്നു അവൻ്റെ ട്രക്ക് കിടന്നിരുന്നത്. ഞാൻ ആ ട്രക്കിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ട്രക്കിൻ്റെ പിൻസീറ്റിലായിട്ട് ഒരു യുവതിയുടെ ജഡം കിടക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ജോണിനോട് ചോദിച്ചു. അപ്പോൾ അവൻ വളരെ നിസ്സാരമായിട്ട് പറയുകയാണ്, ഞങ്ങൾ തമ്മിലൊരു തർക്കമുണ്ടായി. ആ തർക്കം ഒരു കയ്യേറ്റമായിട്ട് മാറി. അതിനിടയിൽ അവൾ കൊല്ലപ്പെട്ടു. ഇപ്പോഴെനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ജഡം ആരും കാണാതെ മറവ് ചെയ്യുവാനായിട്ട് നീ എന്നെ സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. നീ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ കൊല ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് ജോൺ എന്നെ പേടിപ്പിച്ചു. ജോൺ വെറുതെ ഒരു കാര്യം പറയുന്നവനല്ല, അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നവനാണ്. അതെനിക്കും അറിയാം. എൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് ഞാൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി. ഞാനും അവനും ചേർന്ന് ആ യുവതിയുടെ ജഡം ഷവർ കർട്ടനിൽ പൊതിഞ്ഞു. അതിനുശേഷം ജോൺ വണ്ടി എടുത്തു. വണ്ടി കുറേ ദൂരം മുൻപോട്ട് പോയി. നഗരത്തിൽ നിന്നും വിട്ടുമാറി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ഇരുവരും ചേർന്ന് ആ ജഡം പുറത്തേക്ക് എറിഞ്ഞു. അതിനുശേഷം വീട്ടിലേക്ക് തിരികെ മടങ്ങി. ഇതാണ് അന്ന് സംഭവിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ടോൺജ ബെന്നറ്റിനെ കൊലപ്പെടുത്തിയത് ജോൺ തന്നെയാണ്. അവളുടെ ശരീരം ഞാൻ നേരിൽ കണ്ടതാണ്. ജോണിന്റെ ഭീഷണിക്ക് ഭയന്ന് ആ ജഡം മറവ് ചെയ്യുവാൻ സഹായിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. സത്യത്തിൽ ഇപ്പോൾ ആകെ കൺഫ്യൂസ് ആയി പോയത് പോലീസാണ്. അവരുടെ കസ്റ്റഡിയിലുള്ള ജോണും കഥകൾ മാറ്റി മാറ്റി പറയുന്നു. ഇപ്പോഴിതാ ലോറിനും കഥകൾ മാറ്റി മാറ്റി പറയുന്നു. ഇതിൽ ഏത് വിശ്വസിക്കണമെന്നറിയാത്ത അവസ്ഥ. ഒരു കുറ്റകൃത്യത്തിൽ സസ്പെക്റ്റുകൾ മാറി മാറി കഥകൾ പറയുമ്പോൾ അതിൽ നിന്ന് യാഥാർത്ഥ്യം വേർതിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, അത് പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ലോറിൻ അവരോട് പറഞ്ഞത് എന്താണ്? അവളും ജോണും കൂടിയാണ് ടോൺജിയുടെ ജഡം ഒരു കാറ് കയറ്റി ദൂരെ കൊണ്ടുപോയിട്ട് കളഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് സത്യമാണോ എന്ന് അറിയുവാനായിട്ട് പോലീസ് ഒരു കാര്യം ചെയ്തു. ലോറിനെ നേരെ പോലീസ് വാഹനത്തിൽ കയറ്റി. എന്നിട്ട് വാഹനം മുൻപോട്ടെടുത്തു. അവരന്ന് പോയി എന്ന് പറഞ്ഞ അതേ വഴിയിലൂടെ. പോലീസ് ലോറിനോട് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾ എവിടെയാണ് ടോൺജിയുടെ ജഡം വലിച്ചെറിഞ്ഞത്? ആ സ്ഥലം കൃത്യമായിട്ട് കാട്ടിത്തരണം. താൻ കൃത്യമായിട്ടും ആ സ്ഥലം കാണിച്ചു തരാമെന്ന് അവളും പറഞ്ഞു. ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ലോറിൻ എന്ന ഈ സ്ത്രീയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കുവാൻ കൊള്ളില്ല എന്ന് പോലീസിനറിയാം. അതുകൊണ്ട് അവളെ പരീക്ഷിക്കുവാനായിട്ട് അവർ ഒരു കാര്യം ചെയ്തു. പോലീസിന് വളരെ കൃത്യമായിട്ടും അറിയാം ടോൺജിയുടെ ജഡം എവിടെ നിന്നുമാണ് കണ്ടെടുത്തത് എന്ന്. കൃത്യം വാഹനം ആ സ്ഥലത്ത് എത്തിയപ്പോൾ വളരെ സാധാരണം എന്ന പോലെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് വാഹനം മുൻപോട്ട് പോയി. അല്പദൂരം അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ലോറിന് കൃത്യമായിട്ട് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഇവൾ പറയുന്നത് നുണയാണ്. അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിച്ചത്. ലോറിൻ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, സാർ, വാഹനം ഇവിടെ നിർത്ത്. എനിക്ക് തോന്നുന്നത് സ്ഥലം കഴിഞ്ഞു പോയെന്നാണ്. വണ്ടി തിരിക്ക്. അങ്ങനെ വാഹനം വന്ന വഴിക്ക് തന്നെ അല്പദൂരം പിന്നോട്ട് തിരിച്ചു വന്നു. കുറച്ച് ദൂരം കൂടി അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ലോറിൻ പെട്ടെന്ന് കൈ ഉയർത്തി അവരോട് ഇങ്ങനെ പറഞ്ഞു, സാർ, വാഹനം ഇവിടെ നിർത്ത്. ഇവിടെയാണ് ഞങ്ങൾ ആ ജഡം ഉപേക്ഷിച്ചത്. ഇത്തവണ ഞെട്ടിപ്പോയത് പോലീസാണ്.
ടോൺജയുടെ ജഡം എവിടെ നിന്നുമാണോ അവർ കണ്ടെടുത്തത് അതേ സ്ഥലത്താണ് വാഹനം നിർത്തുവാനായിട്ട് ലോറിൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ പോലീസിന് ലോറിൻ പറയുന്നതിൽ ഒരു സത്യമുണ്ട് എന്ന് മനസ്സിലായി. കാരണം ടോൺജയുടെ ജഡം എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് അവളെ കൊല ചെയ്ത കൊലയാളികൾക്ക് മാത്രമാണ് അറിയൂ. അതാണിപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഇനി ഇപ്പോഴുണ്ടായ ഈ കുറ്റസമ്മതവുമായിട്ട് ബന്ധപ്പെട്ട് ജോണിനെ വീണ്ടും പോലീസിന് ചോദ്യം ചെയ്യണം. അവർ ആ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ലോറിൻ്റെ അടുത്ത കോൾ വരുന്നത്. ഇക്കുറി അവർക്ക് പറയുവാനുണ്ടായിരുന്നത് മറ്റൊരു കാര്യമാണ്. സാർ, ഞാൻ നിങ്ങളോട് മുൻപൊരു കഥ പറഞ്ഞല്ലോ, ആ കഥ നുണയാണ്. യഥാർത്ഥത്തിൽ അന്ന് രാത്രിയിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇത് കേട്ടതും പോലീസിന് ആകെപ്പാടെ അരിശമായി. എത്ര തവണയെന്ന് വെച്ചാണ് കഥകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? മര്യാദയ്ക്ക് സത്യം പറയുവാൻ ലോറിനോട് അവർ ആവശ്യപ്പെട്ടു. ശരി സാർ, ഞാൻ സത്യം പറയാം. അന്ന് രാത്രിയിൽ സംഭവിച്ചത് ഇതാണ്. ജനുവരി 21 ജോൺ ബാറിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവൻ മാത്രമല്ല ബാറിലേക്ക് പോയത്, അവൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുവരും ബാറിൽ കയറി മദ്യപിച്ചു. അവിടെ വെച്ചാണ് ടോൺജ ബെന്നറ്റിനെ ജോൺ പരിചയപ്പെട്ടത്. അവർ തമ്മിൽ കുറച്ചു സമയം സംസാരിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ടോൺജയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ജോൺ തീരുമാനിച്ചു. അതിനുശേഷം ജോൺ മടങ്ങി വന്ന് എന്നോട് ഇക്കാര്യം പറഞ്ഞു. എനിക്ക് അവനെ എതിർക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അതിന് പ്രകാരം എന്നോട് കാറിൽ പോയിരിക്കുവാനും ടോൺജയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് താൻ കൂട്ടിക്കൊണ്ടുവരാമെന്നും ജോൺ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ പോയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ടോൺജയെ കൂട്ടിക്കൊണ്ട് ജോൺ വന്നു. വാഹനം ഓടിച്ചത് ജോൺ ആണ്. ഒടുവിൽ ഞങ്ങൾ ഒരു വിജനമായ സ്ഥലത്ത് എത്തി. അവിടെ ആരും താമസമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ടൊരു കെട്ടിടമുണ്ടായിരുന്നു. ഈ കെട്ടിടം കണ്ടതും അവിടെ വെച്ച് ടോൺജയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് ജോൺ തീരുമാനിച്ചു. ആ ബിൽഡിങ്ങിനോട് ചേർന്ന് അവൻ വണ്ടി നിർത്തി. എന്നിട്ട് എന്നെ കാറിൽ ഇരുത്തിയിട്ട് ടോൺജയുമായിട്ട് ഉള്ളിലേക്ക് പോയി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു കാണും. വലിയ പരിഭ്രമത്തോടെ ജോൺ മടങ്ങി വന്നു. എന്നിട്ട് കാറിൻ്റെ ഡിക്കി തുറന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കയറെടുത്തുകൊണ്ട് മടങ്ങി പോകുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ അവനോട് ഈ കയറെടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല ജോൺ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം തോന്നി, അല്പം ഫാൻറ്റസി ആയിട്ട് സെക്സിൽ ഏർപ്പെടാമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഈ കയർ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ജോൺ എന്നോട് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. നീയും അകത്തേക്ക് വാ. ഞാൻ എന്തിനാണ് വരുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, വാ എന്ന് മാത്രം അവൻ പറഞ്ഞു. അങ്ങനെ ഞാനും അവൻ്റെ പിന്നാലെ പോയി. കെട്ടിടത്തിൻ്റെ അകത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ടോൺജ പരിപൂർണ നഗ്നയായിട്ട് നിലത്ത് കിടക്കുന്നു. അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തയ്യാറായി ജോൺ നിൽക്കുകയാണ്. പിന്നെ ജോൺ ചെയ്ത കാര്യം ഇതാണ്. ആ കയർ എനിക്ക് തന്നു. എന്നിട്ട് ടോൺജയുടെ കഴുത്തിൽ ആ കയർ കൊണ്ട് ചുറ്റി വരിഞ്ഞ് പിടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം ഒരു ഫാൻറ്റസിക്ക് വേണ്ടിയാണ്. നീ കയർ കൊണ്ട് അവളുടെ കഴുത്തിൽ വരിഞ്ഞു പിടിക്കുന്ന സമയത്ത് ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ടോൺജയ്ക്കും അത് സമ്മതമായിരുന്നു. ഞാനിത് ചെയ്തില്ല എങ്കിൽ ജോൺ എന്നെ എന്തു വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് പേടിച്ച് ഞാൻ ടോൺജയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി. ആ സമയത്ത് ജോൺ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കയർ കുറച്ചുകൂടി ശക്തമായിട്ട് വരിഞ്ഞു മുറുക്ക്. അതുകൊണ്ട് ജോൺ നിർത്തിയില്ല. വീണ്ടും മുറുക്കുവാൻ ആവശ്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ടോൺജയ്ക്ക് അനക്കമില്ല. അവളെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, കയർ കഴുത്തിൽ മുറുകി ടോൺജ മരിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും അല്പസമയം അവിടെ ഇരുന്നു. അവസാനം ജോൺ ലോറിനോട് ഇങ്ങനെ പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും കൊലപാതകം ചെയ്തിട്ടുള്ളത് നീയാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ അവളുടെ കഴുത്തിൽ അത്രയും ശക്തമായിട്ട് കയർ വരിഞ്ഞു മുറുക്കരുതായിരുന്നു. ഇത് പുറത്തറിഞ്ഞാൽ നിനക്ക് കൂടുതൽ ശിക്ഷയും എനിക്ക് കുറച്ച് ശിക്ഷയുമായിരിക്കും കിട്ടുക. ഇതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ ഈ ജഡം ഇവിടെ നിന്നും എടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നു. ഈ സ്ത്രീയും നമ്മളും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. ആ സമയത്ത് ജോൺ പറയുന്നത് അതുപോലെ അനുസരിക്കുകയല്ലാതെ എൻ്റെ മുൻപിൽ മറ്റു വഴികളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോൺജയുടെ ജഡമെടുത്ത് കാറിൽ കയറ്റി മറ്റൊരിടത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് അന്ന് രാത്രിയിൽ സംഭവിച്ചത്. പോലീസ് വീണ്ടും ജോണിൻ്റെ അടുത്തെത്തി. ഈ കഥയുടെ അടിസ്ഥാനത്തിൽ അയാളെ പിന്നെയും ചോദ്യം ചെയ്തു. അപ്പോൾ ജോൺ പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ, ഈ ടോൺജ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. എനിക്കും ഈ കൊലയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലോറിൻ മനഃപൂർവ്വം എന്നെ കുടുക്കുവാനായിട്ട് നുണ പറയുകയാണ്. അപ്പോഴവർ ഇങ്ങനെ ചോദിച്ചു, ശരി, നിനക്ക് ടോൺജയെ അറിയില്ലെങ്കിൽ, ഈ കൊലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ നീ എന്തിനാണ് നേരത്തെ അങ്ങനെ ഒരു കഥ പറഞ്ഞത്? നീ ബാറിൽ പോയിരുന്നു മദ്യപിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരൻ ഏതോ ഒരു ചക്ക അവിടേക്ക് വന്നുവെന്നും അവൻ ടോൺജയുമായിട്ട് സംസാരിച്ചുവെന്നും പിന്നെ രണ്ടുപേരും ചേർന്ന് പുറത്തേക്ക് പോയെന്നും അതിനുശേഷം ചക്ക ഒറ്റയ്ക്ക് മടങ്ങി വന്നുവെന്നും അവൻ്റെ കാറിൻ്റെ പിന്നിലായിട്ട് ടോൺജയുടെ ജഡം നീ കണ്ടുവെന്നും പറഞ്ഞത് എന്തിനാണ്? സാർ, എൻ്റെ ഗതികേട് കൊണ്ടാണ് അങ്ങനെ ഒരു കഥ ഞാൻ പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞ കഥ മുഴുവനും നുണയാണ്. നിങ്ങൾ എന്നെ കോർണർ ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ആകെ പേടിച്ചുപോയി. ഞാനല്ല കൊലയാളിയെന്നും അത് മറ്റൊരാളാണെന്നും പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. ഇപ്പോൾ കഥകളെല്ലാം കൂടി കുഴയുകയാണ്. രണ്ട് സസ്പെക്റ്റുകളും ചേർന്ന് ഒന്നിലധികം കഥകൾ പറഞ്ഞിരിക്കുന്നു. ഒരു കഥയ്ക്കും പരസ്പരം യാതൊരു ബന്ധവുമില്ല. ഇവർ പറയുന്ന ഈ കഥകളിൽ ഏതാണ് സത്യം, ഏതാണ് നുണ എന്ന് വേർതിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ. ഇവർ ഇതുവരെ പറഞ്ഞ എല്ലാ കഥകളും നുണയാണെന്ന് തന്നെ വിചാരിക്കുക.
എങ്കിലും ഇവരെ അങ്ങനെ വെറുതെ വിടുവാനായിട്ട് കഴിയില്ല. അതിന് കാരണം ലോറിൻ പോലീസിന് കാണിച്ചു കൊടുത്ത ജഡം കിടന്ന ആ ലൊക്കേഷനാണ്. എക്സാക്റ്റ് അതേ ലൊക്കേഷനിൽ നിന്നുമാണ് പോലീസിന് അവളുടെ ജഡം കിട്ടിയത്. ഈ കുറ്റകൃത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് കൃത്യമായിട്ട് ആ സ്ഥലം കാണിച്ചു കൊടുക്കുവാനും കഴിയില്ല. അതുകൊണ്ട് കേസ് ഇവർക്കെതിരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അവസാനം പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതുവരെ കിട്ടിയ എല്ലാ എവിഡൻസുകളും ശേഖരിച്ച് ഈ കേസ് നേരെ കോടതിയിൽ എത്തിച്ചു. കഥ ഇതുവരെ കേട്ടതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ രണ്ടു പേർക്കും എതിരായിട്ട് യാതൊരു ഫോറൻസിക് എവിഡൻസും ഇല്ല. ആകെപ്പാടെ ഉള്ളത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്: പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറ്റസമ്മത മൊഴികൾ, പിന്നെ ലോറിൻ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ടോൺജയുടെ ജഡം കടന്ന ആ സ്പോട്ട്. എന്നാൽ ഇതൊന്നും ശക്തമായിട്ടുള്ള തെളിവുകളെ അല്ല, വെറും സാഹചര്യ തെളിവുകൾ മാത്രമാണ്. അതുകൊണ്ട് ഈ കേസ് പഠിച്ച ജഡ്ജി ഒരു കാര്യത്തിൽ മാത്രം പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്തു: ഇവർ കൊടുത്ത പരസ്പര വിരുദ്ധമായ മൊഴികൾ, അതേക്കുറിച്ച് അവർ വിശദമായിട്ട് പഠിച്ചു. അവസാനം കോടതി ഒരു തീരുമാനത്തിൽ എത്തുകയാണ്: ടോൺജ ബെന്നറ്റിനെ ബാറിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ഈ രണ്ടുപേരും ചേർന്നാണ്. അതുകൊണ്ട് ഇരുവർക്കും പരോളില്ലാത്ത ജീവപര്യന്തം വിധിച്ചു. 1990-ലാണ് ഈ വിധി വന്നത്. അതിനെ തുടർന്ന് ഇരുവരും ജയിലിൽ പോയി. കഥ ഇവിടെ തീർന്നു. ഒടുവിൽ ടോൺജയെ കൊലപ്പെടുത്തിയ കുറ്റവാളികളെ കണ്ടെത്തി അവരെ ശിക്ഷിച്ചു. അങ്ങനെയാവും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. ഈ കഥ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ട്വിസ്റ്റുകളും ടേണുകളും ഇനിയാണ് വരുന്നത്. ലോറിനും ജോണും ജയിലിലായി ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞു കാണും. അന്ന് മുതൽ അവിചാരിതമായ ചില സംഭവ പരമ്പരകൾക്ക് തുടക്കമായി. പോലീസ് സ്റ്റേഷനിലേക്കും കോർട്ട് ഹൗസിലേക്കും അതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ ജോലി ചെയ്യുന്ന ക്രൈം ജേർണലിസ്റ്റിന്റെ അടുക്കിലേക്കും ആരോ തുടർച്ചയായിട്ട് കത്തുകൾ എഴുതുവാൻ തുടങ്ങി. ആ കത്തുകളിലെല്ലാമുള്ള ഉള്ളടക്കം ഇതായിരുന്നു: 1990-ൽ ടോൺജ ബെന്നറ്റ് എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയത് ഞാനാണ് അവളെ ബാറിൽ വെച്ച് കണ്ടത്. ഞങ്ങൾ ഇരുവരും മദ്യപിച്ചു. ഞാൻ തന്നെയാണ് അവളെ ബാറിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ തന്നെയാണ് അവളെ ദുരുപയോഗം ചെയ്തത്. അവളുടെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി ജീൻസ് താഴേക്ക് വലിച്ചിറക്കി വെച്ച് ആ ജീൻസിന്റെ ഫ്ലൈ ഏരിയ കട്ട് ചെയ്ത് കൊണ്ടുപോയത് ഞാൻ തന്നെയാണ്. ആ കൊല ചെയ്യുവാനായിട്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാമോ? ന്യായമായിട്ടും ആ കൊലയുടെ ക്രെഡിറ്റ് എനിക്കാണ് വരേണ്ടത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചതോ? ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഏതോ 2 പേർ ഈ കൊലയുടെ ക്രെഡിറ്റും കൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട ഞാൻ ആരായി? നിങ്ങൾ, നിയമ സംവിധാനങ്ങൾ എൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആ 2 പേരും നിരപരാധികളാണ്. ആ ക്രൈം ചെയ്തത് ഞാനാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു നോക്ക്. അതൊരു വെല്ലുവിളിയായിരുന്നു. പോലീസിനോടും നിയമ സംവിധാനത്തോടുമുള്ള വെല്ലുവിളി. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ക്രൈം നടക്കുമ്പോൾ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് കത്തുകൾ പോലീസിന് വരാറുള്ളതാണ്. പൊതുവായിട്ട് ഇത്തരം കത്തുകളെ അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്നാൽ അവഗണിച്ച് കളയാറുമില്ല. അങ്ങനെ വരുന്ന കത്തുകളെല്ലാം അവർ പരിശോധിക്കും. ഇത്തരം കത്തുകളിൽ നിന്നും സംശയകരമായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കും. പ്രധാനമായിട്ടും പോലീസ് ഈ സാഹചര്യത്തിൽ പരിശോധിക്കുന്നത് ഇതായിരിക്കും: പോലീസ് പൊതുജനങ്ങൾക്ക് ഇതുവരെ നൽകാത്ത, എന്നാൽ കൊലയാളിക്കും പോലീസിനും മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലെറ്ററിൽ ഉണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കത്തൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. അത് അപകടമാണ്. തുടക്കത്തിൽ പോലീസ് വിചാരിച്ചത് ഇങ്ങനെയാണ്: ജോണിന്റെ ലോറിന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരോ ആരെങ്കിലും ആയിരിക്കാം ഈ കത്ത് എഴുതിയിട്ടുള്ളത്. നിരപരാധികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനും അതുവഴി അവർക്ക് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടാക്കിയെടുക്കുവാനുമായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പോലീസും കോർട്ടും ഈ കത്തുകളെ പൂർണ്ണമായിട്ടും അവഗണിച്ചു. നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, ഒരു ന്യൂസ് പേപ്പറിൽ ജോലി ചെയ്യുന്ന ഒരു ക്രൈം ജേർണലിസ്റ്റിനും സമാനമായ കത്തുകൾ അജ്ഞാതനിൽ നിന്നും കിട്ടിയിരുന്നുവെന്ന്. പക്ഷേ കോടതിയും പോലീസും ഇഗ്നോർ ചെയ്തതുപോലെ ഈ കത്തുകളെ അങ്ങനെ തള്ളിക്കളയുവാനായിട്ട് അയാൾക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹം ആ കത്തുകളെ വളരെ സൂക്ഷ്മമായി പഠിച്ചു. അപ്പോൾ ചില സ്ട്രേഞ്ച് ആയ കാര്യങ്ങൾ അയാളുടെ തലയിലൂടെ ഓടുവാൻ തുടങ്ങി. എല്ലാ കത്തിൻ്റെയും അവസാനം അത് എഴുതിയ ആൾ ഒരു സിമ്പൽ വരച്ചിരുന്നു, ഒരു ഇമോജി. നമ്മൾ മെസ്സേജൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ലേ, ഒരു സ്മൈലി ഇമോജി. അതുപോലെ ഒന്നാണ് തൻ്റെ ഒപ്പിന് പകരം അയാൾ വരച്ചു വെച്ചിരുന്നത്. സത്യത്തിൽ ആരാണ് ടോൺജ ബെന്നറ്റിനെ കൊന്നത്? ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ജോണും ലോറിനുമാണോ? അല്ലെങ്കിൽ ഈ കത്തെഴുതിയ ആളായിരിക്കുമോ? ഈ കത്തെഴുതിയ ആളാണ് യഥാർത്ഥ കൊലയാളിയെങ്കിൽ എന്തിനാണ് ജോണും ലോറിനും കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. നമ്മൾ മുൻപ് പരിചയപ്പെട്ട ആ ക്രൈം റിപ്പോർട്ടറുടെ പേര് ഫിൽ സ്റ്റാൻഫോർഡ് എന്നാണ്. ഒറിഗോണിയൻ എന്ന പത്രത്തിലെ ജോലിക്കാരനായിരുന്നു അയാൾ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഫിൽ സ്റ്റാൻഫോർഡിനും അതുപോലെ കോടതിക്കും ഈ കത്തുകൾ വന്ന കാലഘട്ടം 1994 മുതൽ 95 വരെയാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ നിരവധി കത്തുകളാണ് കൊലയാളി അവർക്ക് എഴുതിയത്. എല്ലാ കത്തിലും സ്മൈലി ഇമോജി ഉണ്ടായിരുന്നു. ഫിൽ സ്റ്റാൻഫോർഡ് തന്നെയാണ് ഈ ഇമോജി അടിസ്ഥാനമാക്കി ആ കൊലയാളിക്ക് ഒരു പേരിട്ടത്, ഹാപ്പി ഫേസ് കില്ലർ. ഈ പേരിനോട് ഏകദേശം സാമ്യം തോന്നിക്കുന്ന മറ്റൊരു കൊലയാളി കൂട്ടമുണ്ട്. അവരാണ് സ്മൈലി ഫേസ് കില്ലേഴ്സ്. അവരെക്കുറിച്ചുള്ള കഥ ഞാൻ പിന്നീട് പറയാം. ഈ കത്തുകളിൽ കൊലയാളിയുടെ കുറ്റസമ്മതമുണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്: ഞാൻ ആദ്യമായിട്ട് കൊന്നത് ടോൺജ ബെന്നറ്റിനെയാണ്. ഒരു മനുഷ്യനെ കൊല ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് എൻ്റെ ഉള്ളിലൊരു കൗതുകമുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് ടോൺജയെ ഞാൻ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ പരിപാടി നിർത്തിയേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ടോൺജയുടെ മരണം എൻ്റെ ഉള്ളിലെ കൊലയാളിയെ ഉണർത്തി.
മറ്റുള്ളവരുടെ ജീവൻ എടുക്കുവാനായിട്ടൊരു ദാഹം എന്നിലുണ്ടായി. അതിനുശേഷം ധാരാളം കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിന് ഇതുവരെ എന്നെ പിടികൂടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഈ കത്തുകളിൽ താൻ ആരെയൊക്കെയാണ് കൊല ചെയ്തത് എന്നും എങ്ങനെയാണ് കൊല ചെയ്തത് എന്നും വിശദമായിട്ട് എഴുതിയിരുന്നു. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ലോറി നടത്തിയ കുറ്റസമ്മതം പോലെ ആയിരുന്നില്ല ഇത്. ഈ കൊലയാളിയുടെ കത്തിൽ വളരെയധികം ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ടോൺജ ബെന്നറ്റിൻ്റെ കാര്യമെടുക്കാം. ടോൺജയുടെ ജഡം കണ്ടെടുത്ത സ്ഥലത്തു നിന്നും പോലീസിനൊരു കയർ കിട്ടിയിരുന്നു. ആ കയർ ഉപയോഗിച്ചാണ് കൊലയാളി അവളെ കൊലപ്പെടുത്തിയത്. ക്രൈം സ്പോട്ടിൽ നിന്നും ഇങ്ങനെ ഒരു കയർ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമാണ് പോലീസ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അറിയിച്ചത്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഹാപ്പി ഫേസ് കില്ലർ അവർക്ക് എഴുതിയ കത്തിൽ ഈ കയറിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ചിരുന്നു. അതാകട്ടെ പോലീസിനും ഫോറൻസിക് ടീമിനും അതുപോലെ കൊലയാളിക്കും മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. ഹാപ്പി ഫേസ് കില്ലർ തൻ്റെ കത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ജനുവരി 21-ാം തീയതി ടോൺജ ബെന്നറ്റിനെ ബാറിൽ വെച്ച് മീറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ അവളെ ദുരുപയോഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി. അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനായിട്ട് ഉപയോഗിച്ചത് ഒരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ്. ആ കയറിനും ഒരു പ്രത്യേകത ഉണ്ട്. ഈ കയറിൻ്റെ ഒരറ്റം കത്തികൊണ്ട് മുറിച്ചതാണ്. മറ്റേ അറ്റമാകട്ടെ ലൈറ്റർ കൊണ്ട് ചൂടാക്കി വേർപെടുത്തിയതാണ്. അതുകൊണ്ട് ആ സൈഡ് പ്ലാസ്റ്റിക് ഉരുകി പിടിച്ച കറുത്ത നിറത്തിലാണുള്ളത്. ടോൺജയെ കൊല്ലും മുൻപായിട്ട് അവളുടെ മുഖത്ത് ഞാൻ ശക്തമായിട്ട് ഇടിച്ചിരുന്നു. ഈ കാര്യങ്ങളൊന്നും പോലീസ് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇത് എനിക്കും പോലീസിനും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ഇത് വായിച്ചതും ഫിൽ സ്റ്റാൻഫോർഡിലെ ജേർണലിസ്റ്റ് ഉണർന്നു. ഇതേക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഫിൽ ആദ്യം ചെയ്തത് ടോൺജ ബെന്നറ്റിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഘടിപ്പിച്ചു. അതിൽ കൊലയാളി അവകാശപ്പെട്ടത് എന്താണോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ആരോ ശക്തമായിട്ട് ഇടിച്ചിരുന്നു. അതുമൂലം മുഖം ഏതാണ്ട് തകർന്ന അവസ്ഥയിലായിരുന്നു. മാത്രവുമല്ല, പോലീസിന് ക്രൈം സ്പോട്ടിൽ നിന്നും കിട്ടിയത് അയാൾ കത്തിൽ മെൻഷൻ ചെയ്തതുപോലെയുള്ളൊരു കയറാണെന്ന് ഫില്ലിന് മനസ്സിലായി. അതോടെ ഈ കത്തുകളിൽ എന്തോ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഹാപ്പി ഫേസ് കില്ലർ എഴുതിയ കത്തുകളിൽ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ടോൺജയെ മാത്രമല്ല, താൻ വേറെ പലരെയും കൊന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ വിശദാംശങ്ങളും പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയായി പിന്നീട് ഫില്ലിൻ്റെ അന്വേഷണം. 1990 ജനുവരി 21-നാണല്ലോ ടോൺജ ബെന്നറ്റ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞ് 1992 ഓഗസ്റ്റ് 30-ന് കാലിഫോർണിയയിലെ ബ്ലെയ്ത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്തായിട്ട് ബലാത്സംഗം ചെയ്ത കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിൽ ഒരു യുവതിയുടെ ജഡം കിട്ടിയിരുന്നു. അന്ന് പോലീസ് ഈ കേസ് വിശദമായിട്ട് അന്വേഷിച്ചെങ്കിലും കൊലയാളിയെ പിടികൂടുവാനായില്ല. മാത്രവുമല്ല, ആ യുവതി ആരാണെന്ന് തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ കണ്ടെടുക്കപ്പെടുന്ന ജഡം ഒരു സ്ത്രീയുടെ ആണെങ്കിൽ അമേരിക്കൻ പോലീസ് അതിനെ ജെയിൻ ഡു എന്ന് വിളിക്കും. മറിച്ചൊരു പുരുഷന്റെ ആണെങ്കിൽ ജോൺ ഡു എന്ന് പേരിടും. മറ്റൊരു ജെയിൻ ഡു കേസായിട്ട് പോലീസ് അന്ന് ഇതിനെ എഴുതിത്തള്ളി. അന്വേഷണം എങ്ങും എത്തിയില്ല. ഇന്നും ആ സ്ത്രീ ആരാണെന്നറിയില്ല. ചരിത്രത്തിൽ അജ്ഞാതയായിട്ട് അവൾ ഇന്നും കഴിയുന്നു. എന്നാൽ ഹാപ്പി ഫേസ് കില്ലർ തൻ്റെ കത്തിൽ എഴുതിയത് അവൾ ഒരു ജെയിൻ ഡു അല്ല. അവൾക്കൊരു പേരുണ്ട്. ആ പേര് ക്ലോഡിയ എന്നാണ്. താനാണ് ക്ലോഡിയയെ കൊലപ്പെടുത്തിയത്. ഈ കൊല നടന്ന ഡേറ്റ് അടക്കം കത്തിൽ മെൻഷൻ ചെയ്തിരുന്നു. ഫിൽ സ്റ്റാൻഫോർഡും നേരെ ബ്ലൈത്തിലെത്തി. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അയാളെ ഞെട്ടിച്ചുകൊണ്ട് കിട്ടിയ ഉത്തരം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഫിൽ സ്റ്റാൻഫോർഡ് ജെയിൻ ഡു എന്ന ക്ലോഡിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഘടിപ്പിച്ചു. അതിൽ അവളുടെ മരണകാരണം എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: കൊലയാളി അവളെ ചെളി നിറഞ്ഞൊരു സ്ഥലത്തുകൂടി വലിച്ചഴിച്ചിരുന്നു. എന്നിട്ട് കാലുകൊണ്ട് കഴുത്തിൽ ചവിട്ടി ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഹാപ്പി ഫേസ് കില്ലർ എഴുതിയ കത്തിൽ താൻ എങ്ങനെയാണ് ക്ലോഡിയയെ കൊലപ്പെടുത്തിയത് എന്ന് വിശദമായിട്ട് എഴുതിയിരുന്നു. അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടതും കൃത്യമായിട്ടും ഒന്നു തന്നെയായിരുന്നു. അതായത് കൊലയാളിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. അതാണിപ്പോൾ കത്തിലൂടെ അവൻ പറയുന്നത്. അവൻ്റെ മൂന്നാമത്തെ ഇര സിന്ധ്യ ലിൻ റോസ എന്ന ലൈംഗിക തൊഴിലാളിയായിരുന്നു. കാലിഫോർണിയയിലെ ടർലോക്കിൽ നിന്നുമാണ് അവളുടെ ജഡം കണ്ടെടുത്തത്. സിന്ധ്യയെയും മേൽ പറഞ്ഞ ക്ലോഡിയയെ പോലെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് അവൻ എഴുതി. ഫിൽ സ്റ്റാൻഫോർഡ് ഇതും നേരിൽ പോയി അന്വേഷിച്ചു. അപ്പോഴവൻ്റെ അവകാശവാദം ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഹാപ്പി ഫേസ് കില്ലറിന്റെ 4ാമത്തെ ഇര ഒറിഗോണിൽ നിന്നുമുള്ള മറ്റൊരു ലൈംഗിക തൊഴിലാളിയായ ലോറി ആൻ പെൻലാൻഡ് ആയിരുന്നു. 1992 നവംബറിലാണ് അവളുടെ ജഡം കണ്ടുകിട്ടിയത്. കൊലയാളി അവകാശപ്പെട്ടത് താനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അവൾ തൻ്റെ ഫീസ് ഇരട്ടിയാക്കി പറഞ്ഞു. ആ പണം തന്നില്ലെങ്കിൽ താൻ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടെ അരിശം വന്ന താൻ അവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 1993 ജൂണിൽ കാലിഫോർണിയയിലെ സാന്താ നെല്ലയിൽ വെച്ചാണ് 5ാമത്തെ യുവതി അവൻ കൊലപ്പെടുത്തിയത്. അവളുടെ പേര് പട്രീഷ്യ സ്കിപ്പിൾ എന്നാണ്. ആദ്യമൊന്നും പട്രീഷ്യയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് പോലീസിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അമിതമായിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചതുമൂലം അവൾ മരണപ്പെട്ടു എന്നാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ ഹാപ്പി ഫേസ് കില്ലർ തൻ്റെ കത്തിൽ പറഞ്ഞത് അതൊരു ആക്സിഡന്റ് അല്ല. പട്രീഷ്യയുടെ മരണത്തിന് പിന്നിലുള്ള കൈകളും തൻ്റെയാണ്. അവൻ്റെ 6ാമത്തെ ഇരയെ കണ്ടുകിട്ടിയത് 1994 സെപ്റ്റംബറിലാണ്. പോലീസിന് ഈ ജഡവും ആരുടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ജെയിൻ ഡു എന്ന് പേരിട്ട് അവർ ഈ കേസ് അവസാനിപ്പിച്ചു. എന്നാൽ കൊലയാളി തൻ്റെ കത്തിൽ എഴുതിയത് അവൾ ഒരിക്കലും ഒരു ജെയിൻ ഡു അല്ല. അവളുടെ പേര് സൂസന്ന എന്നാണ്. പിന്നീട് ഈ കഴിഞ്ഞ 2023 അവൻ പറഞ്ഞത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. അന്ന് കൊല്ലപ്പെട്ട ആ യുവതിയുടെ പേര് സൂസന്ന എൽ കെല്ലൻബർഗ് എന്നാണ്. 2 വർഷം മുൻപ് പോലീസ് കണ്ടെത്തിയ ഈ കാര്യം
27 വർഷം മുൻപ് അവൻ തൻ്റെ കത്തിൽ എഴുതിയിരുന്നു. അവൻ്റെ 7ാമത്തെ ഇര 21 വയസ്സുള്ള ആഞ്ചല സബ്രൈസ് ആയിരുന്നു. 1995 ജനുവരി 27-നാണ് ഏഞ്ചലയുടെ ജഡം കണ്ടെത്തിയത്. ഈ കൊലയ്ക്ക് പിന്നിലും താനാണെന്ന് ഹാപ്പി ഫേസ് അവകാശപ്പെട്ടു. മാത്രവുമല്ല, തൻ്റെ കത്തുകളിലെല്ലാം അവനൊരു പരിവേദനം പറഞ്ഞിരുന്നു. മേൽ പറഞ്ഞ ക്രൈമെല്ലാം ഞാൻ ചെയ്തത് വളരെയധികം കഷ്ടപ്പെട്ടാണ്. ന്യായമായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് വരേണ്ടത്. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഞാൻ ചെയ്ത ഒരു കൊലയ്ക്ക് സ്വയം കുറ്റമേറ്റെടുത്തുകൊണ്ട് 2 പേർ ജയിലിൽ പോയി. വേറെ ചില കേസുകളിലാവട്ടെ അമിതമായ ഡ്രഗാണ് മരണകാരണമെന്ന് പോലീസ് എഴുതി തള്ളുന്നു. ഇതെല്ലാം എനിക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം അനുമാനിക്കാം. ഈ കൊലയാളി ഒരു അറ്റൻഷൻ സീക്കറാണ്. ഹാപ്പി ഫേസ് എന്ന പേരിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി ജനങ്ങളുടെ ശ്രദ്ധ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ കത്തുകളിൽ വിശദമായി എഴുതിയ ആ 7 ക്രൈമുകൾ അവിടെയെല്ലാം പോയി ഫിൽ സ്റ്റാൻഫോർഡ് വിശദമായിട്ട് അന്വേഷിച്ചു. അതിൽ നിന്നും ഒരു കാര്യം അയാൾക്ക് 100% ഉറപ്പായി. യഥാർത്ഥ കൊലയാളി ഈ കത്തെഴുതിയ ആളാണ്. ജേർണലിസ്റ്റ് ഫിൽ സ്റ്റാൻഫോർഡിന് ഈ കേസിൽ ഇനി ചുരുളഴിക്കുവാനായിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഹാപ്പി ഫേസ് ആണ് യഥാർത്ഥ കൊലയാളിയെങ്കിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ലോറിനും ജോണും നിരപരാധികളാണ്. പക്ഷേ എന്തിനാണ് അവർ സ്വമേധയാ കുറ്റം ഏറ്റെടുത്തത്? അതിൻ്റെ പിന്നിലെ സത്യം അന്വേഷിച്ചറിയാനായിട്ട് അയാൾ തീരുമാനിച്ചു. ഇവരുമായിട്ടൊന്ന് സംസാരിക്കുവാൻ അയാൾ നേരെ ജയിലിലേക്ക് പോവുകയാണ്. ആദ്യം മീറ്റ് ചെയ്തത് ജോണിനെയാണ്. ഫിൽ സ്റ്റാൻഫോർഡ് ജോൺ സോസ്നോസ്കിയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്: നോക്കൂ ജോൺ, നീയല്ല കുറ്റവാളിയെന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയാം. അതും മറ്റൊരാളാണ്. പിന്നെ എന്തിനാണ് നീ ഈ കുറ്റം ഏറ്റെടുത്തത്? അതിൻ്റെ പിന്നിലെ കാരണം എനിക്കറിയണം. അപ്പോൾ ജോൺ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫില്ലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, ഞാൻ നിരപരാധിയാണ്. തുടക്കം മുതലേ ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന ടോൺജ ബെന്നറ്റിനെ എനിക്ക് അറിയത്തു പോലുമില്ല. എന്നെ മനഃപൂർവ്വം ആ മുതുകളവി ലോറിൻ കുടുക്കിയതാണ്. എനിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്റ്റാൻഫോർഡിന് അയാളുടെ അവസ്ഥ മനസ്സിലായി. ജോൺ നിരപരാധിയാണെന്ന് അയാൾക്ക് മുൻപേ അറിയാം. ഇനി ചോദ്യം ചെയ്യേണ്ടത് ലോറിനെയാണ്. സ്റ്റാൻഫോർഡ് അടുത്ത പടിയായിട്ട് ലോറിനെ പാർപ്പിച്ച ജയിലിലെത്തി അവളുമായിട്ട് സംസാരിച്ചു. ജോണിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് ലോറിനോടും അയാൾക്ക് ചോദിക്കുവാനുണ്ടായിരുന്നത്. നോക്കൂ ലോറിൻ, നീ ഈ ക്രൈമിൻ്റെ ഭാഗമല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം. നീ പോലീസിനോട് പറഞ്ഞ നിരവധി കഥകൾ അതെല്ലാം നുണയാണെന്ന് എനിക്കറിയാം. നീ മനഃപൂർവ്വം ജോണിനെ ഈ കേസിൽ കുടുക്കിയതാണെന്നും എനിക്കറിയാം. കോടതിയും പോലീസും ഈ ലോകം മുഴുവനും നിങ്ങൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞാലും ഞാൻ മാത്രം അത് വിശ്വസിക്കില്ല. സത്യം പറ, അന്ന് എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യം കേട്ടതും ലോറിൻ വിളറിപ്പോയി. അവർ നിശബ്ദയായി. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ ഒരു കാര്യം പറഞ്ഞു. അതൊരു കുറ്റസമ്മതമായിരുന്നു. യഥാർത്ഥ കുറ്റസമ്മതം. മിസ്റ്റർ സ്റ്റാൻഫോർഡ്, എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ജോൺ സോസ്നോസ്കിയെ പരിചയപ്പെട്ടത്. തുടക്കത്തിൽ അയാൾ ഒരു നല്ലവനും മാന്യനുമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് അവനുമായിട്ട് ഡേറ്റിങ്ങിൽ ഏർപ്പെട്ടു. എന്നാൽ അതായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും തെറ്റായിട്ടുള്ള തീരുമാനം. വൈകാതെ ജോൺ അവൻ്റെ താമസം എൻ്റെ വീട്ടിലേക്ക് മാറ്റി. അന്നു മുതലാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ഇവൻ വളരെ അബ്യൂസീവായിട്ടുള്ള ക്യാരക്ടറാണ്, മുൻകോപിയാണ്. ഞാൻ നേരത്തെ പരിചയപ്പെട്ട ജോണിനെയല്ല പിന്നീട് കണ്ടത്. എന്നെ സ്ഥിരമായിട്ട് മർദ്ദിക്കുന്ന, എപ്പോഴും വഴക്ക് പറയുന്ന ക്രൂരനായിട്ടുള്ള ഒരാളെയാണ്. ഒടുവിൽ ഗതികെട്ട് ഞാൻ അവനോട് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു: എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ളവരെയും വെറുതെ വിടില്ല. എല്ലാവരെയും ഞാൻ കൊലപ്പെടുത്തും. ഇത് കേട്ടതും ഞാൻ ആകെ ഭയന്നു പോയി. ജോൺ ഒരു മുൻ കുറ്റവാളിയാണെന്ന് എനിക്കറിയാം. അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഡെമോക്ലീസിൻ്റെ വാള് പോലെ ജോൺ എന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ വലിയൊരു ബാധ്യതയായിട്ട് മാറി. ഈ ശല്യം എങ്ങനെ ഒഴിവാക്കാമെന്നായി പിന്നീടുള്ള എൻ്റെ ചിന്ത. ആ സമയത്താണ് TV-യിൽ ടോൺജ ബെന്നറ്റ് എന്ന യുവതി കൊല്ലപ്പെട്ട വാർത്ത ഞാൻ കാണുന്നത്. അപ്പോഴെൻ്റെ മനസ്സിലൊരു ആശയം തോന്നി. ഈ കേസും ജോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുക, അയാളാണ് കൊലയാളി എന്ന് വരുത്തി തീർക്കുക. ആ പദ്ധതി വിജയിച്ചാൽ അവൻ പഴയതുപോലെ ജയിലിലേക്ക് പോകും. എൻ്റെ തലവേദനയും മാറും. ഞാൻ ആദ്യം പോലീസിനെ വിളിച്ച് എൻ്റെ കാമുകനായ ജോൺ ഈ കൊല ചെയ്തിരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരോട് വീട്ടിലേക്ക് വന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വെറും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയാകില്ല ജോണിനെ അവർക്ക് അറസ്റ്റ് ചെയ്യുവാനെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒരു കവർ എടുത്ത് അതിൽ 2T ബെന്നറ്റ് എന്നെഴുതി അയാളുടെ കബോർഡിൽ വെച്ചത്. വിചാരിച്ചതുപോലെ പോലീസ് അത് കണ്ടെത്തുകയും ഒരു തെളിവായിട്ട് എടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കവർ ഒരു തെളിവല്ലെന്ന് എനിക്കറിയാം. അതുപയോഗിച്ച് പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യുവാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു കാര്യം ചെയ്തു. ടോൺജ ധരിച്ചിരുന്ന ജീൻസിൻ്റെ അതേ കളറിലുള്ള മറ്റൊരു ജീൻസ് വാങ്ങി. പിന്നെ അതിൽ നിന്നും ഫ്ലൈ ഏരിയ കട്ട് ചെയ്ത് ഒരു ബാഗിൽ വെച്ചു. അത് പോലീസിനെ ഏൽപ്പിച്ചു. ഇതൊരു ശക്തമായിട്ടുള്ള തെളിവായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഫോറൻസിക് ടീം വളരെ സമർത്ഥമായിട്ട് എൻ്റെ കള്ളം കണ്ടുപിടിച്ചു. അത് ടോൺജയുടെ ജീൻസ് അല്ല എന്നവർക്കും മനസ്സിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനാകെ കുഴങ്ങിപ്പോയി. ജോൺ പുറത്തു വന്നാൽ നിശ്ചയമായിട്ടും അവൻ എന്നെ വെറുതെ വിടില്ല. കാരണം ഞാനാണ് മനഃപൂർവ്വം അവനെ ഈ കേസിൽ കുടുക്കിയതെന്ന് അവൻ അറിയാം. അവൻ പ്രതികാരം ചെയ്യാതിരിക്കില്ല. എങ്ങനെയെങ്കിലും അവനെ ജയിലിലാക്കിയേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ മറ്റൊരു കഥ മെനഞ്ഞു. ആ കഥയിൽ ഞാനൊരു ദൃക്സാക്ഷിയായിട്ട് മാറി. ജോൺ ആണ് ടോൺജയെ കൊന്നത്. അവളുടെ ശരീരം താൻ നേരിൽ കണ്ടതാണ്. അവനെ പേടിച്ച് ആ ക്രൈം മറയ്ക്കുവാനായിട്ട് ഞാൻ കൂട്ടുനിന്നു. അങ്ങനെ ഒരു കഥ പോലീസിനോട് പറഞ്ഞു.
എന്നാൽ ആ കഥയും പോലീസ് അത്ര വിശ്വാസത്തിലെടുത്തില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിഞ്ഞാൽ സാരമില്ല, എൻ്റെ കുടുംബം സുരക്ഷിതമായിരിക്കുവാൻ ജോൺ അകത്തു പോകണം. അതിനുവേണ്ടി പോലീസിനെ വിളിച്ച് ഞാൻ മറ്റൊരു കഥ കൂടി പറഞ്ഞു. ഞങ്ങൾ ഇരുവരും മദ്യപിക്കുവാനായിട്ട് ബാറിലേക്ക് പോയി. അവിടെ വെച്ച് ടോൺജ ബെന്നറ്റിനെ കണ്ടുമുട്ടി. അപ്പോൾ ജോണിന് അവളുമായിട്ട് സെക്സിൽ ഏർപ്പെടുവാനായിട്ട് ആഗ്രഹം തോന്നി. അതിനുവേണ്ടി ഞങ്ങൾ ആളില്ലാത്ത ഒരു കെട്ടിടത്തിലെത്തി. അവിടെ വെച്ച് ടോൺജയുടെ കഴുത്തിൽ ഞാൻ കയറുകൊണ്ട് വലിച്ചു മുറുക്കി. ഇതിനിടയിൽ അവൾ കൊല്ലപ്പെട്ടു. ഒരാൾ കുറ്റം ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടുവെന്ന് ആരോപിക്കും പോലെയല്ല ഈ സംഭവം. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പോലീസ് വിശ്വസിക്കണമെന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളുണ്ടാവും. അയാൾ ക്രൈം ചെയ്യുന്നത് നീ കണ്ടോ? അയാളാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് നിന്റെ അടുക്കൽ മറ്റെന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നേക്കാം. എന്നാൽ ഈ കഥ അങ്ങനെയല്ല. ഇവിടെ ഞാനും കുറ്റക്കാരിയാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ ക്രൈം ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് വാല്യൂ അധികമുണ്ട്. പോലീസ് മുന്നും പിന്നും നോക്കാതെ അറസ്റ്റ് ചെയ്യും. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. രണ്ടുപേരും ജയിലിലായി. എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്. ലോറിൻ്റെ ഈ കുറ്റസമ്മതം കേട്ട ഫിൽ സ്റ്റാൻഫോർഡ് ഞെട്ടിപ്പോയെന്ന് പറയാം. അയാൾക്ക് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയാണ്. അയാളുടെ ഉള്ളിൽ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽപ്പുണ്ടായിരുന്നു. ആ സംശയം നമുക്കുമുണ്ട്. ലോറിനും ജോണും ഈ ക്രൈം ചെയ്തിട്ടില്ലെങ്കിൽ ടോൺജ ബെന്നറ്റ് കൊല്ലപ്പെട്ട് കിടന്ന ആ സ്ഥലം എങ്ങനെയാണ് അവർ വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തത്? കാരണം കൊലയാളിക്കും പോലീസിനും മാത്രമാണ് വളരെ കൃത്യമായിട്ട് ആ സ്ഥലം അറിയൂ. അതാണ് ലോറിൻ വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തത്. ഇതെങ്ങനെ സംഭവിക്കും? ഈ ചോദ്യം അവരോട് അയാൾ ചോദിച്ചു. അതിന് ലോറിൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: അതിൽ വലിയ കാര്യമൊന്നുമില്ല സാർ. പത്രത്തിലും ടി വിയിലും ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് വാർത്തകൾ വന്നിരുന്നു. നിരവധി ഫോട്ടോസും വീഡിയോസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഈ സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് കഴിയും. ഞാനും അതുതന്നെയാണ് ചെയ്തത്. എന്നാൽ അല്പം നാടകീയമായിട്ട് അത് ചെയ്തു എന്ന് മാത്രം. എൻ്റെ കൂടെ അപ്പോഴുണ്ടായിരുന്ന പോലീസും അത് വിശ്വസിച്ചു. ഈ ക്രൈം ഫോളോ ചെയ്യുന്ന ആർക്കും ഇത് സാധിക്കുമെന്ന് മനസ്സിലാക്കുവാനുള്ള കോമൺ സെൻസ് പോലും അവർക്കില്ലായിരുന്നു. അവസാനം ആ സത്യം കുറഞ്ഞ പക്ഷം ഫിൽ സ്റ്റാൻഫോർഡിനെങ്കിലും മനസ്സിലായി. ലോറിനും ജോണും നിരപരാധികളാണ്. യഥാർത്ഥ കൊലയാളി മറ്റാരോ ആണ്. താൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഒറിഗോണിയൻ പത്രത്തിൽ അയാൾ പബ്ലിഷ് ചെയ്തു. ഒരു ക്രൈം ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യുവാനായിട്ട് അയാൾക്ക് സാധിക്കില്ല. പക്ഷേ സ്റ്റാൻഫോർഡിൻ്റെ ഈ കണ്ടെത്തലുകളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം നിരപരാധികളെയാണ് തങ്ങൾ 5 വർഷത്തോളമായിട്ട് ജയിലിൽ പിടിച്ചിട്ടത് എന്ന് തെളിഞ്ഞാൽ അത് പോലീസിനും കോടതിക്കും നാണക്കേടാണ്. അതുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തു. ഏതാനും ഊമക്കത്തുകളെ അടിസ്ഥാനമാക്കി ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുവാനായിട്ട് കഴിയില്ല. അവരെ സംബന്ധിച്ച് ടോൺജ ബെന്നറ്റിനെ കൊലപ്പെടുത്തിയത് ജോണും ലോറിനും ചേർന്നാണ്. കുറ്റകൃത്യങ്ങളുടെ ഈ പരമ്പര ഇവിടെ വെച്ച് തീർന്നിരുന്നുവെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു. ഹാപ്പി ഫേസ് സീരിയൽ കില്ലറിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വ്യക്തി ആരാണെന്ന് കണ്ടെത്തുവാൻ കഴിയാതെയും പോയേനെ. ഒരു പക്ഷേ ഇന്നും ഇതൊരു അൺസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് മാറിയേനെ. 8ാമത്തെ ആ കൊലപാതകം നടന്നില്ലായിരുന്നുവെങ്കിൽ. 1995 മാർച്ച് 30 വാഷിംഗ്ടണിലെ വഷോഗൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സ്ത്രീയുടെ ജഡം കിട്ടി. അന്വേഷണത്തിൽ ജൂലി വിന്നിഹാം എന്ന യുവതിയുടെയാണ് ജഡമെന്ന് മനസ്സിലായി. ജൂലി കഴുത്ത് ഞെരിച്ചാണ് കൊല്ലപ്പെട്ടത്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ജൂലിയുടെ അമ്മയെയും അവർ ചോദ്യം ചെയ്തു. അപ്പോഴവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അടുത്ത കാലത്തായിട്ട് ജൂലിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അയാൾ ഒരു ട്രക്ക് ഡ്രൈവറാണ്. അവൻ്റെ പേര് കീത്ത് എന്നാണ്. അവനായിരിക്കും ജൂലിയെ കൊല ചെയ്തത് എന്ന് ഞാൻ സംശയിക്കുന്നു. പോലീസ് കീത്തിനെ ചുറ്റിപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. കീത്തിൻ്റെ മുഴുവൻ പേര് കീത്ത് ഹണ്ടർ ജസ്പേഴ്സൺ എന്നാണ്. കീത്തിൻ്റെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു. തൻ്റെ ട്രക്കുമായിട്ട് അയാൾ എവിടേക്കോ ഓട്ടം പോയതാണ്. ഒരു ട്രക്ക് ഡ്രൈവർ ആയതുകൊണ്ട് ആൾ ഓവർ അമേരിക്ക മുഴുവനും അയാൾ ചുറ്റി സഞ്ചരിക്കും. അവൻ മടങ്ങി വരുവാനായിട്ട് പോലീസ് കാത്തിരുന്നു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കീത്ത് ഹണ്ടർ മടങ്ങിയെത്തി. പോലീസ് അയാളെ പിടികൂടി. പിന്നെ ജൂലിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. കെയ്ത്ത് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, നിങ്ങൾ കണ്ടെത്തിയതുപോലെ ജൂലി എൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. എന്നാൽ അവൾ എൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് അവളും ഞാനും ട്രക്കിൽ പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു വാക്കേറ്റമുണ്ടായി. അവസാനം ബ്രേക്കപ്പ് ആകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ജൂലി എൻ്റെ ട്രക്കിൽ നിന്നും ഇറങ്ങിപ്പോയി. ഞാൻ ട്രക്കുമെടുത്ത് എൻ്റെ വഴിക്കും പോയി. അന്നാണ് അവസാനമായിട്ട് ഞാൻ അവളെ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല. എന്നാൽ കീത്ത് ഇത് പോലീസിനോട് പറയുമ്പോൾ അയാളുടെ വാക്കുകളിൽ ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു. ഒരു ഭയം അയാളുടെ ഉള്ളിലുണ്ട്. അവൻ പറയുന്നത് നുണയാണെന്നും അവർക്ക് മനസ്സിലായി. നിശ്ചയമായിട്ടും ജൂലിയുടെ മരണത്തിന് പിന്നിൽ ഇവന് പങ്കുണ്ട്. എങ്കിലും വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യുവാനും കഴിയില്ല. അതിനുവേണ്ട തെളിവുകളും പോലീസിൻ്റെ കൈവശമില്ല. അതുകൊണ്ട് പോലീസ് അയാളോട് ഇങ്ങനെ പറഞ്ഞു: ശരി കീത്ത്, നീ വീട്ടിലേക്ക് പോയിക്കോളൂ. ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ ചോദ്യം ചെയ്യുവാനായിട്ട് വിളിക്കും. അപ്പോൾ നീ ഇവിടെ വരണം. നഗരം വിട്ടു പോകുവാനും പാടില്ല. അന്ന് വീട്ടിൽ മടങ്ങിയെത്തിയ കീത്തിന് മനസമാധാനം നഷ്ടപ്പെട്ടുവെന്ന് പറയാം. പോലീസിന് തൻ്റെ നേർക്ക് സംശയമുണ്ടെന്നും താൻ ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റിലാകുമെന്നും അയാൾക്ക് തോന്നി. കാരണം യഥാർത്ഥത്തിൽ ജൂലിയെ കൊല ചെയ്തത് കീത്ത് ഹണ്ടർ ആയിരുന്നു. ബാക്കിയുള്ള ജീവിതം ജയിലിൽ കഴിയുന്നതിലും ഭേദം ആത്മഹത്യയാണെന്ന് അവൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ കീത്ത് ഒരു കാര്യം ചെയ്തു. അളവിലധികം ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പക്ഷേ മരിച്ചില്ല.
അതുകൊണ്ട് രണ്ടാമത് ഒരു ശ്രമം കൂടി നടത്തി. അപ്പോഴും മരണം അയാളെ അനുഗ്രഹിച്ചില്ല. കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ കീത്ത് മറ്റൊരു തീരുമാനത്തിലെത്തുകയാണ്. പോലീസിൽ സറണ്ടർ ആവുക, ചെയ്ത കുറ്റം ഏറ്റു പറയുക. അതിനു മുൻപായിട്ട് അയാൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു. കീത്തിന് ഒരു ജ്യേഷ്ഠനുണ്ട്. അയാളുടെ പേര് ബ്രാഡ് ഹണ്ടർ ജസ്പേഴ്സൺ എന്നാണ്. പോലീസിന് കീഴടങ്ങും മുൻപ് ഏകദേശം 5-6 പേജോളം വരുന്ന വലിയൊരു കത്ത് തൻ്റെ സഹോദരൻ അയാൾ എഴുതി. എന്നിട്ടത് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം പോലീസിന് ഫോൺ ചെയ്ത് അയാൾ ഇങ്ങനെ പറഞ്ഞു: ജൂലിയെ കൊല ചെയ്തത് ഞാനാണ്. ഞാൻ കുറ്റം സമ്മതിക്കുന്നു. ഞാനിപ്പോൾ വീട്ടിലുണ്ട്. നിങ്ങൾക്ക് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാം. ഈ കേസ് ഇത്രയും പെട്ടെന്ന് തെളിയുമെന്ന് പോലീസും വിചാരിച്ചില്ല. അവർ വേഗം കീത്തിന്റെ വീട്ടിലെത്തി അയാളെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ കിടക്കുന്ന സമയത്താണ് കീത്തിന്റെ മനസ്സിലൂടെ മറ്റൊരു ചിന്ത കടന്നുപോയത്. തൻ്റെ ചേട്ടനെ താൻ ആ കത്ത് എഴുതുവാൻ പാടില്ലായിരുന്നു. അമിതമായിട്ട് ഉറക്കഗുളിക കഴിച്ചതിൻ്റെ ആലസ്യത്തിൽ പറ്റിയ അബദ്ധമാണ്. ആ കത്ത് ഒരു കാരണവശാലും അവൻ വായിക്കുവാനായിട്ട് പാടില്ല. കീത്ത് വേഗം ജയിലിലെ ഓഫീസർമാരെ വിളിച്ചു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് എത്രയും വേഗം എൻ്റെ ചേട്ടനെ കാണണം. അവനോടൊരു കാര്യം പറയുവാനുണ്ട്. ആ സമയത്ത് അയാളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഇതാണ്: ചേട്ടനെ കാണണം. എന്നിട്ട് അയാളോട് ഇങ്ങനെ പറയണം: ഞാൻ നിനക്കൊരു കത്ത് എഴുതി അയച്ചിട്ടുണ്ട്. ആ കത്ത് കയ്യിൽ കിട്ടുന്നതും നീ അത് നശിപ്പിച്ച് കളഞ്ഞേക്കണം. നീ പോലും അത് വായിക്കുവാൻ പാടില്ല. കാരണം ആ കത്തിൽ അയാൾ എഴുതി പിടിപ്പിച്ചിരുന്നത് ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാം താമസിച്ചു പോയിരുന്നു. വൈകാതെ കീത്ത് എഴുതിയ ആ കത്ത് സഹോദരൻ ബ്രാഡിന് കിട്ടുകയാണ്. അത് തുറന്നു വായിച്ചു നോക്കി അയാൾ ഞെട്ടിപ്പോയി. കീത്ത് ഹണ്ടറിൻ്റെ ഒരു കുറ്റസമ്മതമായിരുന്നു ആ കത്തിൽ മുഴുവനും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അമേരിക്കയിൽ ഉടനീളം പല സ്ഥലങ്ങളിലായിട്ട് നിരവധി സ്ത്രീകളെ കൊലപ്പെടുത്തിയ, ഇപ്പോൾ ഹാപ്പി ഫേസ് കില്ലർ എന്നും മാധ്യമങ്ങൾ വിളിക്കുന്ന ആ കൊലയാളി ഞാൻ തന്നെയാണ്. എൻ്റെ 8ാമത്തെ ഇര എൻ്റെ കാമുകിയായിരുന്നു. അതുകൊണ്ട് പോലീസ് നിശ്ചയമായിട്ടും എന്നെ പിടികൂടും. അവരുടെ ചോദ്യം ചെയ്യലിൽ മുൻപ് നടന്ന കുറ്റങ്ങളെല്ലാം പുറത്തു വരും. ഒരു കുടുംബക്കാരെന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ കത്ത് എഴുതിയത്. ഈ കത്ത് വായിച്ച് ഞെട്ടിപ്പോയ ബ്രാഡ് ആവട്ടെ നേരെ ഇത് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതോടെ കീത്തിന്റെ സകല പ്ലാനുകളും പൊളിഞ്ഞു എന്ന് പറയാം. ജയിലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവനൊരു വീണ്ടും വിചാരമുണ്ടായത്. താൻ ആ കത്ത് എഴുതുവാനായിട്ട് പാടില്ലായിരുന്നു. മറ്റുള്ള ക്രൈമുകൾ താനാണ് ചെയ്തത് എന്നതിന് പോലീസിൻ്റെ അടുക്കൽ യാതൊരു തെളിവുമില്ല. അവസാനം കൊലപ്പെടുത്തിയ ജൂലിയുടെ കുറ്റം മാത്രം ഏറ്റെടുത്താൽ മതിയാവും. അധികം വൈകാതെ തനിക്ക് പരോളും കിട്ടും. ആ ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് തൻ്റെ സഹോദരനെ കാണണമെന്ന് അവൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അപ്പോഴേക്കും എല്ലാം താമസിച്ചു പോയിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ കൈവശം അവൻ സഹോദരൻ എഴുതിയൊരു കത്തുണ്ട്. ആ കത്താവട്ടെ വളരെ ശക്തമായൊരു തെളിവായിട്ട് മാറുകയാണ്. പോലീസ് ഈ കത്തും അതുപോലെ അവൻ വർഷങ്ങൾക്ക് മുൻപ് ഹാപ്പി ഫേസ് കില്ലർ എന്ന പേരിൽ പോലീസിന് എഴുതിയ കത്തും എടുത്തു. എന്നിട്ട് ഈ 2 കത്തിലെയും കൈയക്ഷരങ്ങൾ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ട് പരിശോധിപ്പിച്ചു. പരിശോധനയ്ക്കൊടുവിൽ അവർ പറഞ്ഞത് ഇതാണ്: ഈ 2 ലെറ്ററുകളും എഴുതിയിട്ടുള്ളത് ഒരാൾ തന്നെയാണ്. കൂടാതെ മറ്റൊരു ശക്തമായ തെളിവും ഇവനെതിരെ പോലീസിന് കണ്ടെത്തുവാൻ കഴിഞ്ഞു. 2 വർഷങ്ങൾക്ക് മുൻപ് പോലീസിനവൻ ഹാപ്പി ഫേസ് കില്ലർ എന്ന പേരിൽ എഴുതിയ കത്തിൽ ഒരു മണ്ടത്തരം കാണിച്ചിരുന്നു. കത്ത് എഴുതി കവറിൽ ഇട്ട ശേഷം അത് ഒട്ടിക്കുവാനായിട്ട് സ്വന്തം ഉമിനീരാണ് അവൻ ഉപയോഗിച്ചത്. ആ ഉമിനീരിൽ നിന്ന് ഫോറൻസിക് ടീം DNA വേർതിരിച്ചെടുത്തു. ആ DNA ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കീത്തിന്റെ DNAയുമായിട്ട് ഒത്തുനോക്കി. DNA 100% പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. ഈ 2 തെളിവുകൾ വെച്ച് യഥാർത്ഥ കൊലയാളി കീത്ത് ഹണ്ടർ ആണെന്ന് അവർ ഉറപ്പിച്ചു. എങ്കിലും ഈ 2 തെളിവുകൾ മാത്രം പോരാ. കോടതിക്ക് ഇനിയും തെളിവുകൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി പോലീസ് ചെയ്ത കാര്യം ഇതാണ്: കൊല്ലപ്പെട്ട ആ 8 യുവതികളുടെയും ക്രൈം സ്പോട്ടിൽ നിന്നും അന്ന് തന്നെ പോലീസ് DNA ശേഖരിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. ചില കേസുകളിൽ DNA കിട്ടിയിരുന്നില്ല. എന്നാൽ വേറെ ചില കേസുകളിൽ കിട്ടിയിരുന്നു. അതെല്ലാം അവർ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ടായിരുന്നു. ആ DNA ശേഖരിച്ച് കീത്തിന്റെ DNAയുമായിട്ട് ഒത്തുനോക്കി. അതും 100% മാച്ചായി. അങ്ങനെ ഏകദേശം 5ഓളം കൊലക്കേസുകളിൽ അവനെതിരായിട്ട് തെളിവ് കണ്ടെത്തുവാനായിട്ട് പോലീസിന് കഴിഞ്ഞു. ആരായിരുന്നു അമേരിക്കയെ വിറപ്പിച്ച ഹാപ്പി ഫേസ് കില്ലർ എന്ന ഐഡന്റിറ്റിക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കീത്ത് ഹണ്ടർ? പോലീസ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു. അവൻ്റെ ബാല്യകാലം വരെ അവർ ചികഞ്ഞെടുത്തു. അപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: 1955 ഏപ്രിൽ 6 കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലാണ് അവൻ ജനിച്ചത്. അവൻ്റെ പിതാവിൻ്റെ പേര് സാമുവൽ, മാതാവിൻ്റെ പേര് ഗ്ലാഡിസ്. 5 മക്കളായിരുന്നു ഈ ദമ്പതികൾക്ക്. കീത്തിന് 2 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. ചെറുപ്പം മുതലേ അസാധാരണമായ ശരീര വലിപ്പമുണ്ടായിരുന്നു അവന്. ഈ കാരണം കൊണ്ട് മറ്റു കുട്ടികൾ മാത്രമല്ല, സ്വന്തം സഹോദരങ്ങൾ വരെ അവനെ കളിയാക്കിയിരുന്നു. അവരവനെ പൊണ്ണത്തടിയൻ എന്ന് വിളിച്ച് കളിയാക്കി. കൂട്ടത്തിൽ കൂട്ടിയില്ല, അവനെ ഒറ്റപ്പെടുത്തി. അവൻ്റെ പിതാവായ സാമുവൽ ആകട്ടെ ചെറിയ കുറ്റത്തിന് പോലും മക്കളെ കഠിനമായിട്ട് ശിക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ചും അയാളുടെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു കീത്ത്. മറ്റുള്ള മക്കളെക്കാളും കൂടുതലായിട്ട് കീത്തിനെ അയാൾ ശിക്ഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നും അതുപോലെ വീട്ടിൽ നിന്നും അവഗണന മാത്രമാണ് അവന് കിട്ടിയത്. അതൊരു പകയായിട്ടും വൈരാഗ്യമായിട്ടും അവൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി. തൻ്റെ വൈരാഗ്യം അവൻ തീർത്തത് മൃഗങ്ങളോടായിരുന്നു. വീടിൻ്റെ പരിസരത്തായിട്ട് അലഞ്ഞു തിരിയുന്ന നായ്ക്കളെയും പൂച്ചകളെയും അതുപോലെ സമീപത്തുള്ള പാർക്കിൽ പോകുമ്പോൾ അവിടെ കണ്ട പക്ഷികളെയും അവൻ പിടികൂടി. പിന്നെ അവയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. അവസാനം കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. മൃഗങ്ങളോടുള്ള അവൻ്റെ ഈ ക്രൂര മനോഭാവം പ്രായപൂർത്തിയായ ശേഷവും അവനെ വിട്ടുപോരുന്നില്ല. പിൽക്കാലത്ത് കീത്തിന്റെ മകളായ മെലീസ
സീരിയൽ കില്ലറായ തൻ്റെ പിതാവിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒരു ദിവസം മെലീസ സ്കൂൾ വിട്ടു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. വീടിൻ്റെ നിലവറയിൽ കീത്ത് നിരവധി പൂച്ചക്കുട്ടികളെ കൂട്ടിയിട്ടിരിക്കുന്നു. അതിൽ പലതിനും ജീവനില്ലായിരുന്നു, ചിലതിനാവട്ടെ പകുതിയോളം ജീവനുണ്ട്. ആ ജീവികൾ വേദന എടുത്ത് പിടയുന്നതും കണ്ടുകൊണ്ട് ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ, ഒരു മനസംതൃപ്തിയോടെ നോക്കി നിൽക്കുന്ന തൻ്റെ പിതാവിനെയാണ് ആ പുസ്തകത്തിൽ മെലീസ ഓർത്തെടുക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മൃഗങ്ങളോടുള്ള അവൻ്റെ ഈ ക്രൂരത അവൻ്റെ പിതാവായ സാമുവലിനും ഇഷ്ടമായിരുന്നു. ഒരു ദിവസം സാമുവൽ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. കീത്ത് ഒരു പൂച്ചയെ അടിച്ച് മൃതപ്രായനാക്കി അതിൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് തൂക്കിക്കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ കാഴ്ച കണ്ട സാമുവൽ മകനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. വളരെ നന്നായി, ആ പൂച്ച നമുക്കൊരു ശല്യമായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമെല്ലാം കട്ടു തിന്നുന്നത് ഈ കള്ളപ്പൂച്ചയാണ്. നീ ചെയ്തത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞ അയാൾ മകനെ അഭിനന്ദിച്ചു. എന്നാൽ ആ സമയത്തൊന്നും അവർ ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. മൃഗങ്ങളെ കൊല്ലുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ട് എന്നും കാലക്രമേണ ആ സന്തോഷം കിട്ടുവാനായിട്ട് അവൻ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് തിരിയുമെന്നും പിന്നെ ഒരു സീരിയൽ കില്ലറായിട്ട് മാറുമെന്നും. നമ്മൾ സീരിയൽ കില്ലേഴ്സിൻ്റെ ബാല്യകാലം പഠിക്കുമ്പോൾ ഇവർക്കെല്ലാം ചില സാമ്യതകൾ ഉള്ളതായിട്ട് കാണാം. പൊതുവായിട്ട് ഇവർ മൃഗങ്ങളെ പീഡിപ്പിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ വസ്തുക്കൾ, പ്രത്യേകിച്ചും അവരുടെ വീടുകൾ തീ വെച്ച് കത്തിച്ച് കളയുന്നത് ഇവർക്കിഷ്ടമുള്ള കാര്യമാണ്. കീത്തിനും ആ സ്വഭാവം ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അവൻ സമീപത്തുള്ള 1-2 വീടുകൾക്ക് തീ വെച്ചിരുന്നു. അതുപോലെ വളരെ അക്രമാസക്തനായ ഒരു കുട്ടിയായിരുന്നു അവൻ. 10 വയസ്സിന് മുൻപ് തന്നെ തൻ്റെ 2 കൂട്ടുകാരെ കൊലപ്പെടുത്തുവാനായിട്ട് അവൻ ശ്രമിച്ചു. ഭാഗ്യത്തിനാണ് അന്ന് ആ കുട്ടികൾ രക്ഷപ്പെട്ടത്. കൗമാരപ്രായത്തിലെത്തിയപ്പോൾ മറ്റുള്ള ആൺകുട്ടികളെ പോലെ ഒരു ഗേൾ ഫ്രണ്ടിനെയും അവൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ സമീപിച്ച പെൺകുട്ടികളെല്ലാം കീത്തിനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൻ്റെ അസാധാരണമായ ശരീര വലിപ്പം കണ്ട് അവനെ കളിയാക്കി വിടുകയാണ് ചെയ്തത്. ഇതെല്ലാം അവൻ്റെ മനസ്സിലെ വിദ്വേഷം ആളി കത്തിച്ചു. കാര്യമായ വിദ്യാഭ്യാസമൊന്നും കീത്തിന് നേടുവാനായില്ല. ഒടുവിൽ അയാൾ ഒരു ട്രക്ക് ഡ്രൈവറായിട്ട് മാറി. ഇതിനിടയിൽ റോസ് ഹക്ക എന്ന യുവതിയെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ 3 മക്കളുമുണ്ടായി. അയാളുടെ ജീവിതം അങ്ങനെ സന്തോഷകരമായിട്ട് മുൻപോട്ട് പോവുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി. അടിക്കടി കീത്ത് വീട്ടിലുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ചില ഫോൺ കോളുകൾ വരുന്നത് റോസ് ശ്രദ്ധിച്ചു. ഫോണിൻ്റെ മറുതലക്കിലുള്ളതെല്ലാം സ്ത്രീകളാണ്. കീത്തിന് തന്നെ കൂടാതെ വേറെയും നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് റോസ് മനസ്സിലാക്കി. അതോടെ ആ വിവാഹബന്ധം തകർന്നു. ഒടുവിൽ വിവാഹമോചനം നേടി തൻ്റെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് റോസ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് താമസം മാറി. അതോടെ അയാൾ ഒറ്റയ്ക്കായി. ഏകാന്തത അയാളെ വീർപ്പ് മുട്ടിച്ചു. ഇവിടം മുതലാണ് കീത്തിൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞത്. അയാൾക്കിനി ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് ഒന്നുമില്ല. എന്തൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല. അപ്പോഴാണ് ബാല്യത്തിൽ താൻ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നത്. മൃഗങ്ങളെ പീഡിപ്പിക്കുക, അതുവഴി അന്ന് തനിക്കൊരു സമാധാനം കിട്ടിയിരുന്നു. പിന്നെ വൈകിയില്ല. അവൻ ഏതാനും നായ്ക്കളെയും പൂച്ചകളെയും പിടികൂടി അവയെ ചിത്രവധം ചെയ്ത് കൊലപ്പെടുത്തി. എന്നാൽ അതുകൊണ്ടൊന്നും അവന് മതിയാകുമായിരുന്നില്ല. കുഞ്ഞു കീത്തിനെ സംബന്ധിച്ച് മൃഗങ്ങളെ കൊല്ലുമ്പോൾ അവൻ ആനന്ദം കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴവൻ കുഞ്ഞല്ല, 6 അടി 7 ഇഞ്ച് ഉയരം വരുന്ന ഭീമാകാരനായൊരു മനുഷ്യനാണ്. തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ മൃഗങ്ങൾ മതിയാവില്ല, മറിച്ച് മനുഷ്യർ തന്നെ വേണമെന്നവൻ തിരിച്ചറിഞ്ഞു. ഒരു മനുഷ്യനെ കൊലപ്പെടുത്തണം, അപ്പോൾ കിട്ടുന്ന ഹൈ അത് അനുഭവിച്ചറിയണം. അതായിരുന്നു അവൻ്റെ മനസ്സിലൂടെ ഓടിയ ചിന്തകൾ. അങ്ങനെ പറ്റിയ ഒരു ഇരയെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് ടോൺജ ബെന്നറ്റിനെ കണ്ടുമുട്ടിയത്. ബാറിൽ വെച്ച് ഇരുവരും പരിചയപ്പെട്ടു. അന്ന് ടോൺജയോട് കീത്ത് പറഞ്ഞു, വൈകുന്നേരത്തെ ഡിന്നർ എൻ്റെ വകയാണ്. അതിനുവേണ്ടി 2 പേരും പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു. എന്നാൽ ആ സമയത്ത് കീത്തിൻ്റെ കൈവശം അവൾക്കൊരു ഡിന്നർ വാങ്ങിച്ചു കൊടുക്കുവാനുള്ള പണമില്ലായിരുന്നു. പക്ഷേ അത് പുറത്ത് പറയുവാനും കഴിയില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു നുണ പറഞ്ഞു, എൻ്റെ പേഴ്സ് എടുക്കുവാനായിട്ട് ഞാൻ മറന്നു, അത് വീട്ടിലാണ് ഇരിക്കുന്നത്. ഒരു പണി ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ തൻ്റെ വാടക വീട്ടിലേക്ക് ടോൺജയെ കൂട്ടിക്കൊണ്ട് കീത്ത് വന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എല്ലാം കഴിഞ്ഞ ശേഷം കീത്ത് അവളോടൊരു ചോദ്യം ചോദിച്ചു. ഞാനുമായിട്ടുള്ള സെക്സ്, ആ അനുഭവം നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നീ സംതൃപ്തയാണോ? അതിന് ടോൺജ കൊടുത്ത മറുപടി ആവട്ടെ അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. നിങ്ങൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബിലോ ആവറേജിലും താഴെയാണ് നിങ്ങൾ. ഇത് കേട്ടതും കീത്തിൻ്റെ നിയന്ത്രണം വിട്ടു. കാരണം അയാളുടെ ഭാര്യയും അതുപോലെ മറ്റ് സ്ത്രീകളും ഇതും പറഞ്ഞ് അയാളെ നിരന്തരമായിട്ട് കളിയാക്കിയിരുന്നു. അതാണിപ്പോൾ ടോൺജയും പറയുന്നത്. അടുത്ത നിമിഷം സമനില നഷ്ടമായ കീത്ത് അവളുടെ മുഖത്ത് നോക്കി ശക്തമായിട്ട് ഇടിച്ചു. ആ ഇടിയേറ്റവൾ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണു. പിന്നെ അമാന്തിച്ചില്ല. സമീപത്തുണ്ടായിരുന്നൊരു കയറെടുത്ത് അവളുടെ കഴുത്തിൽ മുറുക്കി. ശ്വാസം കിട്ടാതെ തല്ലിപ്പടഞ്ഞ് ടോൺജ നിശ്ചലയായി. അതിനുശേഷം ആ ജഡമെടുത്ത് എൻ്റെ ട്രക്കിലിട്ട് ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി കളഞ്ഞു. അവളുടെ ജീൻസിലെ ഫ്ലൈ ഏരിയ ഞാൻ കട്ട് ചെയ്തതിനൊരു കാരണമുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു സുവനീർ പോലെ സൂക്ഷിച്ചു വയ്ക്കുവാനായിരുന്നില്ല അത്. മറിച്ച് ആ ഫ്ലൈ ഏരിയയിൽ ഒരു ബട്ടൺസ് ഉണ്ടായിരുന്നു. ആ ബട്ടൺസിൽ നിന്നും എൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലീസിന് കിട്ടുമോ എന്ന് ഞാൻ പേടിച്ചു. ആ ബട്ടൺസ് അഴിച്ചെടുക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ ഫ്ലൈ ഏരിയ അടക്കം കട്ട് ചെയ്ത് മാറ്റിയത്. ടോൺജ ബെന്നറ്റിൻ്റെ കൊലയ്ക്ക് ശേഷം കീത്തിൻ്റെ മനസ്സിൽ വലിയൊരു കുറ്റബോധമുണ്ടായി. അതുകൊണ്ട് ഇനി ആരെയും കൊല്ലരുത് എന്നവൻ തീരുമാനിച്ചു. ഇത് ആദ്യത്തേതും അവസാനത്തേതും ആവട്ടെ. എന്നാൽ അപ്പോഴാണ്
അവൻ പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിച്ചത്. അവൻ ചെയ്ത കൊലയ്ക്ക് കുറ്റം സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് മറ്റ് 2 പേർ ജയിലിൽ പോയിരിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞതും അവൻ്റെ ഉള്ളിൽ സമ്മിശ്ര വികാരങ്ങളാണ് ഉണ്ടായത്. മാത്രവുമല്ല, അത് അവനൊരു ഓവർ കോൺഫിഡൻസും നൽകി. താൻ ഒരു കൊലപാതകം ചെയ്തു, പക്ഷേ പോലീസിന് തന്നെ തൊടുവാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനിയും ഇത് തുടരാം, തന്നെ ആരും പിടിക്കില്ല എന്നായി അവൻ്റെ ചിന്ത. മിക്ക സീരിയൽ കില്ലർമാരുടെയും ജീവിതം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ആദ്യം അവനൊരു കൊല ചെയ്യും. ആ സമയത്ത് അവനെ പോലീസ് പിടികൂടിയില്ലെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കും. അതിനുശേഷം രണ്ടാമതും ഒരു കൊല ചെയ്യും. ആ സമയത്തും പോലീസിന് അവനെ പിടികൂടുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് അളവിലധികമായിട്ട് വർദ്ധിക്കും. പിന്നെ ഈ പ്രക്രിയ നിരന്തരമായിട്ട് തുറന്നുകൊണ്ടേയിരിക്കും. കീത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതുതന്നെയാണ്. അവൻ ഒരു കൊല ചെയ്തു, 2 കൊല ചെയ്തു, പക്ഷേ പോലീസിന് അവനെ പിടികൂടുവാനായിട്ട് കഴിഞ്ഞില്ല. അതോടെ അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ, പോലീസിന് തൻ്റെ നേർക്കൊന്ന് എത്തി നോക്കുവാൻ പോലും അവസരം നൽകാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ക്രൈം ചെയ്യുവാനായിട്ട് തനിക്ക് കഴിയുമെന്ന് അവന് മനസ്സിലായി. ആ തിരിച്ചറിവാണ് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും കൊലകൾ ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത്. കീത്തിൻ്റെ കണക്കുകൂട്ടലുകളെ മൊത്തം തെറ്റിച്ചു കളഞ്ഞത് അവസാനത്തെ കൊലപാതകമായിരുന്നു. അവൻ മുൻപ് കൊലപ്പെടുത്തിയ 7 സ്ത്രീകളും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. അതുപോലെ ലൈംഗിക തൊഴിലാളികളും. അതുകൊണ്ട് അന്വേഷണം അവനിലേക്ക് എത്തിയില്ല. എന്നാൽ അവസാനം അവൻ കൊലപ്പെടുത്തിയ ജൂലി അങ്ങനെയല്ല, അത് അവൻ്റെ കാമുകിയായിരുന്നു. സ്വാഭാവികമായിട്ടും അന്വേഷണം കീത്തിൻ്റെ വീട്ടുമുറ്റത്ത് എത്തി. ഇതിനിടയിൽ അവൻ കാണിച്ച മറ്റൊരു വലിയ അബദ്ധമായിരുന്നു സഹോദരൻ എഴുതിയ ആ കത്ത്. ആ കത്തിൽ അവൻ ഇന്നുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കത്ത് അവൻ അന്ന് എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഹാപ്പി ഫേസ് കില്ലർ ആരാണെന്ന യാഥാർത്ഥ്യം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. ജൂലിയെ കൊല ചെയ്ത കുറ്റത്തിന് മാത്രം ശിക്ഷ അനുഭവിച്ച് അവൻ പുറത്തിറങ്ങി സമൂഹത്തിൽ ജീവിച്ചേനെ. എന്നാൽ ആ കത്താണ് എല്ലാം തകിടം മറിച്ച് കളഞ്ഞത്. കിട്ടിയ എവിഡൻസുകളെല്ലാം ശേഖരിച്ച് പോലീസ് ഈ കേസ് കോടതിയിൽ എത്തിച്ചു. അതേസമയം അതിന് സമാന്തരമായിട്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. മുൻപ് ഈ കേസിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന ജോണും ലോറിനും നിരപരാധികളാണെന്ന് തെളിഞ്ഞു. അവരെ നിരുപാധികം മോചിപ്പിച്ചു. ആ സമയത്തെ ജോണിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. കീത്ത് ഹണ്ടർ തൻ്റെ ഇരകളെ കൊലപ്പെടുത്തിയത് അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിൽ വെച്ചാണ്. അമേരിക്കയിൽ ഒരു നിയമമുണ്ട്. ഏത് സംസ്ഥാനത്താണോ ക്രൈം നടന്നിട്ടുള്ളത് ആ സംസ്ഥാനത്തെ കോടതിയായിരിക്കണം ശിക്ഷ വിധിക്കേണ്ടത്. കോടതി അവന് വധശിക്ഷ കൊടുത്തില്ല, മറിച്ച് 5 ജീവപര്യന്തമാണ് വിധിച്ചത്. അതും 5 സംസ്ഥാനങ്ങളിലെ ജയിലുകളിലായിട്ട് അവൻ ശിക്ഷ അനുഭവിച്ചു തീർക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് അവൻ കാലിഫോർണിയയിലെ ജയിലിൽ 25 വർഷം തടവിൽ കിടന്നുവെന്ന് കരുതുക. 25 വർഷം കഴിയുമ്പോൾ അവന് പരോള് കിട്ടും. പക്ഷേ അതുകൊണ്ടും കാര്യമില്ല. ഉടൻ തന്നെ മറ്റൊരു സ്റ്റേറ്റിലെ ജയിലിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ അവിടെ മറ്റൊരു 25 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം. അത് കഴിയുമ്പോഴായിരിക്കും പരോളിൻ്റെ കാലാവധി വരിക. അപ്പോഴേക്കും അടുത്ത ജയിലിലേക്ക് മാറ്റും. അവിടെയും മേൽ പറഞ്ഞ വർഷം ശിക്ഷ അനുഭവിക്കണം. ചുരുക്കി പറഞ്ഞാൽ 2065 ശിക്ഷയെല്ലാം പൂർത്തിയാക്കി അവന് പുറത്തു വരുവാനായിട്ട് കഴിയൂ. പക്ഷേ അതൊരിക്കലും നടക്കില്ല. കാരണം കീത്തിന് ഇപ്പോൾ തന്നെ 70 വയസ്സ് പ്രായമുണ്ട്. അയാളുടെ മരണവും ജയിലിൽ വെച്ച് തന്നെ ആയിരിക്കും. ജയിലിൽ കഴിയുന്ന സമയത്ത് തൻ്റെ സഹതടവുകാരോട് കീത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. പോലീസ് കണ്ടെത്തിയത് വെറും 8 പേരെ മാത്രമാണ്. എന്നാൽ 8 പേരെയല്ല ഞാൻ കൊല ചെയ്തിട്ടുള്ളത്, അത് 160-നും മുകളിൽ വരും. എന്നാൽ ഈ അവകാശവാദം സത്യമാകുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. പല കൊലയാളികളും അവരുടെ കിൽ കൗണ്ടിങ്ങിനെ കൂട്ടി പറയാറുള്ളത് പതിവാണ്. അതുവഴി താനെന്തോ വലിയ സംഭവമാണെന്നാണ് അവർ വിചാരിക്കുന്നതും. സത്യത്തിൽ ഈ കേസിലെ ഏറ്റവും വലിയ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ലോറിനാണെന്ന് പറയേണ്ടി വരും. ടോൺജ ബെന്നറ്റിൻ്റെ മരണം നടന്ന സമയത്ത് ഇവർ സ്വമേധയാ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പോലീസ് ആ കേസ് വിശദമായിട്ട് അന്വേഷിച്ചേനെ. ചിലപ്പോൾ ആ അന്വേഷണം യഥാർത്ഥ കുറ്റവാളിയിലേക്കും എത്തിയേനെ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ പിന്നീട് 7 കൊലപാതകം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹാപ്പി ഫേസ് എന്ന സീരിയൽ കില്ലറെ സൃഷ്ടിക്കുവാനായിട്ട് ഏറെ പങ്കുവഹിച്ച വ്യക്തി ഈ ലോറിൻ തന്നെയാണ്. ഇത്രയുമാണ് ഒരു കാലത്ത് അമേരിക്കയെ വിറപ്പിച്ച ഹാപ്പി ഫേസ് സീരിയൽ കില്ലറിൻ്റെ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.